ഹായ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത് എസെൻഷ്യൽ ഓഫ് എ പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ എന്താന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തു. സോ ഒരുപാട് പോയിന്റ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ പോയിന്റ്സുകളാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ജനറൽ ഓഫർ എന്താണ്, ഇംപ്ലൈഡ് ഓഫർ എന്താണ്, സ്പെഷ്യൽ ഓഫർ എന്താണ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് ഓഫർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ തുടങ്ങി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇൻവിറ്റേഷൻ ടു ഓഫർ. എന്താണ് ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഓഫറും ഇൻവിറ്റേഷൻ ഓഫറും എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. സോ നോക്കിക്കോ, ഇൻവിറ്റേഷൻ ടു ഓഫർ എന്താന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോ, an offer should be distinguished from the invitation to offer. ഓഫർ എന്ന് പറഞ്ഞാലും ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറഞ്ഞാലും രണ്ടും രണ്ടാണ്. ഓക്കെ, an offer defined and capable converting intention to a contract. ഓഫർ ആണെങ്കിലാണ് ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ആണ് അത് എന്തായിട്ട് മാറുന്നത്, കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നത്. പക്ഷെ ഇൻവിറ്റേഷൻ ടു ഓഫർ അങ്ങനെയല്ല. വേർ ആൻ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫർ ഈസ് ഓൺലി സർക്കുലേഷൻ ഓഫ് ആൻ ഓഫർ. ഇറ്റ് ഈസ് അറ്റംപ്റ്റ് ടു ഇൻഡ്യൂസ് ദ ഓഫർ ആൻഡ് പ്രിസീഡ്സ് എ ഡെഫിനിറ്റ് ഓഫർ. ഉണ്ടോ, ഇൻഡ്യൂസ് ചെയ്യാണ്, കുറെ ഓഫറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷണമാണ് എന്ത്, ഇൻവിറ്റേഷൻ ടു ഓഫർ. ഉണ്ടോ, ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ഈസ് ഓൺലി സർക്കുലേഷൻ. എന്താ പറയാ, ആളുകളിലേക്ക് സർക്കുലേറ്റ് ചെയ്യുക ഓഫ് ആൻ ഓഫർ, ഒരു ഓഫറിനെ പറ്റി. സിസ് അറ്റംപ്റ്റ് ഓർ ഇൻഡ്യൂസ് ഓഫർ, എന്തിനു വേണ്ടിയിട്ട്, ഓഫർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അതിനെയാണ് പറയുന്നത് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറയുന്നത്. ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് ആക്ട് പ്രസിഡന്റ് ടു മേക്ക് ഇൻ ഓഫർ. ഓഫർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അക്സെപ്റ്റൻസ് ഓഫ് an invitation to an offer does not result to a contract. അക്സെപ്റ്റൻസ് ഓഫ് എന്താ പറയാ, ഇൻവിറ്റേഷൻ ടു ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ എന്ത് ക്രിയേറ്റ് ആവില്ല, ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ആവില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. when a person advertise that he has a stock of books to sell or houses to let, there is no offer will be bound to any contract. ഒരാൾ നോക്കണ ഒരു സാധനം അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിലൂടെ ആക്ച്വലി അയാൾ ഇൻവിറ്റേഷൻ ടു ഓഫർ കൊടുക്കണം. അത് അക്സെപ്റ്റ് ചെയ്യാൻ അവിടെ പ്രൈസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പ്രൈസ് പറഞ്ഞിട്ടില്ലാത്തോടത്തോളം കാലം തന്നെ അതെന്താ, ഇൻവിറ്റേഷൻ. നിങ്ങൾ ആ ക്ഷണിക്കണം ആ സാധനം മേടിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് അപ്പോ ഒരു സപ്പോസ് ഒരു ടിവിയുടെ എന്താ പറയാ അഡ്വർടൈസ്മെന്റ് നിങ്ങൾ കണ്ടെന്ന് വിചാരിച്ചു, ആ ടി വി വാങ്ങാൻ വേണ്ടി നിങ്ങളെ ക്ഷണിക്കണം അത് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ടിവിയുടെ നേരിട്ട് പോയിട്ട് അതിന്റെ പ്രൈസ് കണ്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും, അപ്പൊ അതൊരു ഓഫറും എന്താ പറയുക അക്സെപ്റ്റൻസ് ആകുമ്പോൾ അതൊരു കോൺട്രാക്ട് ആയിട്ട് മാറും. അല്ലാന്നുണ്ടെങ്കിൽ ആ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് എന്താ, മിയർ ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. ഓക്കെ, യെസ്, such advertisements offers negotiable offer to receive offer. The order of ascertain whether a particular statement is an offer or invitation to offer. അപ്പോൾ ഓഫർ എന്താണെന്നും ഇൻവിറ്റേഷൻ ടു ഓഫർ എന്താണെന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഫർ ആൻഡ് ഇൻവിറ്റേഷൻ ടു ഓഫർ. എന്താണെന്ന് നോക്കിക്കോ. എന്താണ്, an offer is a final expression of willingness by the offerer to bound by the offer. should ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ, അയാളുടെ ഫൈനൽ ഡിസിഷൻ ആണ്, ഫൈനൽ വില്ലിങ്നെസ് ആണ്. അയാൾ ഇപ്പൊ ഒരു സാധനം വാങ്ങാൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 1,00,000 നിങ്ങളുടെ കാറ് മേടിക്കാണ്, ഫൈനൽ ആണത്, പിന്നെ അതില് നെഗോഷിയേഷൻ ഒന്നും. പക്ഷേ ദ അതർ ഹാൻഡ് ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ, on the other hand the offer made the intention or negotiate ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്,
ഇറ്റ് ഈസ് നോട്ട് ആൻ ഓഫർ. കാരണം ഫൈനൽ ഡിസിഷനിലോട്ട് എത്തില്ല, അത് നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ എന്താണ്? ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. ഓഫേഴ്സ് ടു റിസീവ് ഓഫേഴ്സ് ആർ നോൺ ആസ് ഇൻവിറ്റേഴ്സ്. അല്ലെങ്കിൽ ഓഫറൊക്കെ പല പല ഓഫറുകൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പല പല എമൗണ്ട്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ഇല്ല, ഒരു ഫൈനൽ ഡിസിഷനിലോട്ട് എത്താത്ത കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത്? അത് ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് തമ്മിലുള്ള ഇത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ an offer and invitation offer does to be. Okay, ഇനി നോക്കിക്കോ ഇൻവിറ്റേഷൻ. ബാക്കി നിങ്ങൾ കുറച്ച് ഒന്ന് വായിച്ചു നോക്കണേ. ഇൻവിറ്റേഷൻസ് ഓഫറിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് എ പ്രോസ്പെക്ടസ് ബൈ എ കമ്പനി ടു എ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ്സ് ഷെയർസ്. എടാ നോക്കടാ, നമുക്കറിയാം പബ്ലിക് കമ്പനി, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫർ. അതൊരു ഓഫർ എന്താ പറയാ, അതൊരു എന്താ പറയുക ഇൻവിറ്റേഷൻ ടു ഓഫർ. ഓഫർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്നുണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ ആണ്. അതായത് ഇപ്പൊ വലിയ വലിയ കമ്പനീസ്, ഇപ്പൊ ഇവരൊക്കെ എക്സാമ്പിൾ സൊമാറ്റോ പോലുള്ള കമ്പനീസിൽ, റിലയൻസ്, ടാറ്റ, ഇവരുടെയൊക്കെ ഷെയർസ് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇവർക്ക് ഫസ്റ്റ് ആയിട്ട് പബ്ലിക് ആയിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഷെയർസ് മേടിക്കാം. അപ്പൊ അവർക്ക് നമുക്ക് ചെക്ക് ചെയ്യണ്ടടാ നല്ലൊരു കമ്പനിയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യണ്ടേ. അപ്പൊ അവരൊരു ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യും. ആ ഡോക്യുമെന്റിന്റെ പേര് പറയുന്ന പേരാണ് പ്രോസ്പെക്ടസ്. ഓക്കെ, ആ പ്രോസ്പെക്ടസ് നോക്കിയിട്ടാണ് ആളുകൾ നല്ല കമ്പനിയാണോ മോശം കമ്പനിയാണോ വിലയിരുത്തുന്നത്. അതിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കാര്യത്തിനാണ് ഈ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോസ്പെക്ടസിന്റെ അടിസ്ഥാനത്തിലാണ് അവർ എന്ത് മേടിക്കുന്നത്? ഷെയർ മേടിക്കുന്നത്. ഇതിനെ നമ്മൾ പറയുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറയുന്നത്. മനസ്സിലായി? അവരെന്ത് ചെയ്യാണ്? ഈ ഷെയർ മേടിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുക. ഓക്കെ, അതൊരു എക്സാമ്പിൾ ആണ്. ഡിസ്പ്ലേ ഓഫ് ഗുഡ്സ് ഫോർ സെയിൽ ഇൻ എ ഷോപ്പ് വിൻഡോസ്. ഡിസ്പ്ലേ ചെയ്തിരുന്നു ഒക്കെ എന്താ? ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. പിന്നെ അഡ്വർടൈസിങ് ഓപ്ഷൻ സെയിൽസ്. ഓപ്ഷൻ സെയിലിന്റെ നമ്മൾ ലേലത്തിൽ വിൽക്കൂലടാ, അതിന്റെ അഡ്വർടൈസ്മെന്റ്. അതുപോലെ തന്നെ കൊട്ടേഷൻ പ്രൈസ് സെൻഡ് ബൈ റീപ്ലൈ ടു ക്വറി റിഗാർഡിംഗ് ദ പ്രൈസ്. ഓരോരോ കൊട്ടേഷൻസ് ഒക്കെ വിളിക്കൂലടാ ഗവൺമെന്റ് ഒക്കെ. സോ അതിനൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഇൻവിറ്റേഷൻ ടു ഓഫറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്തത് അതിന്റെ ഡിഫറൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാ. മീനിങ്ങിന്റെ ബേസിൽ എങ്ങനെയാണ് അതിന്റെ ഡിഫറൻസിയേഷൻ? ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? സെക്ഷൻ 2A പറയുന്നുണ്ട്, ഓഫ് ദ ആക്ട് ഓഫർ is a final expression of willingness by the offerer bound to buy the offer should the other party choose to accept it. അയാൾ എന്ത് ചെയ്യേണ്ടി വരും? ജസ്റ്റ് ആ ഡെഫിനിഷനാ പറഞ്ഞത്. എന്താണ്? ഫൈനൽ വില്ലിങ്നെസ് ആണ്, അവസാനമായിട്ടുള്ള ഡിസിഷൻ ആണ്. ബൈ ദ ഓഫറർ ടു ബോണ്ട് ബൈ ദ ഓഫർ ഷുഡ് ബി ദ അതർ പാർട്ടി ചൂസ്. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഓഫർ എന്തായിരുന്നോ അത് ചെയ്യാൻ അയാൾ ബാധ്യസ്ഥനുമാണ്. ഓക്കെ, എന്താ ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറഞ്ഞാൽ? വേറെ പാർട്ടി വിത്തൗട്ട് എക്സ്പ്രസിങ് ഹിസ് ഫൈനൽ വില്ലിങ്നെസ്. അയാൾ ഫൈനൽ വില്ലിങ്നെസ് എന്താന്ന് പറഞ്ഞിട്ടില്ല. proposes certain terms or which he is willing to negotiate. He does not make an offer but only invites the other party to make an offer. മറ്റൊരു ഒരു ഓഫർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? നെഗോഷിയേഷൻസ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തായിട്ട് സംസാരിക്കുകയാണ്. നമ്മളൊരു ഓഫർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു കൃത്യമായ ഓഫർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നതിനെ അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫർ. ഇനി അപ്പൊ അതാണ് രണ്ട് മീനിങ്. നമ്മൾ മുകളിൽ പറഞ്ഞ ഡെഫിനിഷൻസ് ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ഈ ഇന്റൻഷൻ ഓഫ് ദ പാർട്ടീസ്. അവരുടെ ഇന്റൻഷൻ എന്താണ്? ഫസ്റ്റ് ഓഫറിൽ ഇഫ് എ പേഴ്സൺ ഹു മേക്സ് ദ സ്റ്റേറ്റ്മെന്റ് ഹാസ് ഇന്റൻഷൻ ടു ബി ബൗണ്ട്. ഓക്കെ, അതെന്ത് ചെയ്യാണ്? ബാധ്യത ബൈ ഇറ്റ് ആസ് സൂൺ ആസ് ദ അതർ അക്സെപ്റ്റ് ഈസ് ഹാസ് മേക്ക് എൻ ഓഫർ. അതായത് ഇവിടെ ഇന്റൻഷൻ, ഈ ഓഫർ ഉണ്ടാക്കുന്ന ആളുടെ ഇന്റൻഷൻ എന്താ? അയാള് ആ ഒരു ഓഫർ കൊടുക്കുന്നതിന് മറ്റാൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പിന്നെ അയാൾ അത് ബൗണ്ടഡ് ആയി, അയാൾക്ക് പിന്നെ അത് ചെയ്യൽ നിർബന്ധമായി. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്നിട്ടായിരിക്കും, അതായിരിക്കും അയാളുടെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷെ ഇഫ് എ പേഴ്സൺ ഹാവ് ഇന്റൻഷൻ ഓഫ് ദ നെഗോഷിയേറ്റിംഗ്, നെഗോഷിയേഷൻ ആണ് അയാളുടെ ഇന്റൻഷൻ, നോൺ ടേംസ് ഈസ് കോൾഡ് ഇൻവിറ്റേഷൻ ഓഫർ. നെഗോഷിയേഷൻ ആണ് അയാളുടെ ഇന്റൻഷൻ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻവിറ്റേഷൻ ടു ഓഫർ. ഓക്കെ, സീക്വൻസ്. ആൻ ഓഫർ cannot be act precedent to invitation offer. ഓക്കെ, ഈ ഓഫർ തന്നെ ഇൻവിറ്റേഷൻ ടു ഓഫറിന് മുമ്പായിട്ട് ആക്ട് ചെയ്യാൻ കഴിയില്ല.
പക്ഷെ ഇൻവിറ്റേഷൻ ടു ഓഫർ ആൾവേസ് പ്രസിഡന്റ് ടു an ഓഫർ. അതായത് ഓഫറിന്റെ മുമ്പ് വരുന്ന ഒരാളാണ് ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു നമ്മൾ സാധനം കണ്ടു കടയിൽ, അപ്പൊ അത് ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ അത് പോയി പിന്നീട് മേടിക്കുക എന്നുള്ളത്. അപ്പൊ അത് ആദ്യം ഇൻവിറ്റേഷൻ ടു ഓഫർ, പിന്നെ നമ്മൾ അത് പോയിട്ട് മേടിക്കുമ്പോൾ പിന്നെയാണ് നമ്മൾ ശരിക്കും ആക്ച്വൽ ഓഫർ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇൻവിറ്റേഷൻ ടു ഓഫർ എപ്പോഴും ആരുടെ മുമ്പിലാണ് വരിക? ഓഫറിന്റെ മുമ്പിലാണ് വരിക. ഓക്കെ. ഇനി ഓഫർ ക്യാൻ മെയ്ഡ് ബൈ ആക്ട് പറയുന്നതിലൂടെ ഓഫർ ഉണ്ടാക്കാൻ പറ്റും. അത് ബൈ വേർഡ്സ് ചിലപ്പോൾ നമുക്ക് പറയാം, അല്ലെങ്കിൽ ബൈ കണ്ടക്റ്റും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇംപ്ലൈഡ് കോൺട്രാക്ട്സ് ഓർമ്മ ഉണ്ടോ? അല്ലെങ്കിൽ ഇംപ്ലൈഡ് ഓഫർ. ഓക്കെ, യെസ്. വേർഡ്സിലാവുമ്പോൾ അത് ഏതൊക്കെ വരാം? റിട്ടണും ആവാം, ഓറലും ആവാം. അപ്പൊ ആക്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാം. അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണോ? ചെയ്യാതിരിക്കുക, അങ്ങനെയാവാം. അപ്പൊ ആക്റ്റും ആവാം, അബ്സ്റ്റിനൻസും ആവാം. ബോത്ത് ആർ തന്നെയാണ്, ഓഫർ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ക്ലാസ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓഫർ ആൻഡ് ഇൻവിറ്റേഷൻ ടു ഓഫർ മനസ്സിലായോ? ജസ്റ്റ് ചിലപ്പോൾ 3 മാർക്സിന് ആ ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലോട്ട് കിടക്കണം. എന്ത്? അക്സെപ്റ്റൻസ്. എന്താണ് ഇനി അക്സെപ്റ്റൻസ്? അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഇൻ സെക്ഷൻ 2 ക്ലോസ് ബിയിലാണ് എന്ത് അക്സെപ്റ്റൻസിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ദ ടേം acceptance is defined as follows. Important area ആണ്. When the person to whom proposal is made, ഒരു പേഴ്സൺ, അയാൾക്കാണ് പ്രപ്പോസൽ വന്നത് അല്ലെങ്കിൽ ഓഫർ വന്നത്. എന്തിന്? signifies his assent thereto. The proposal is said to be accepted. The proposal when accepted become promise. അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു. പ്രപ്പോസൽ വന്നപ്പോ ആർക്കാണോ ഓഫർ ഉണ്ടാക്കി അയാൾക്ക് പ്രപ്പോസൽ വന്നു. അപ്പൊ അയാൾ അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് എന്തായിട്ട് മാറി? പ്രോമിസ് ആയിട്ട് മാറി. പ്രപ്പോസൽ പ്ലസ് അക്സെപ്റ്റൻസ് പ്രോമിസ് ആയിട്ട് മാറി. ഓക്കെ, യെസ്. അതിനെയാണെന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കോ എക്സാമ്പിൾസ് താഴെ നമ്മൾ ഈ പറഞ്ഞ ഡെഫിനിഷൻസിന്റെ കുറച്ച് അനാലിസിസ്. when a person to whom proposal, for example, A offers to sell his car to B. ബിക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നു 2 lakh എത്ര റുപ്പീസിന് വേണ്ടിയിട്ട്? 2 ലക്ഷത്തിന് വേണ്ടി. ഹിയർ പ്രപ്പോസൽ ഇസ് മെയ്ഡ് ടു ബി. ഇവിടെ ബിക്കാണ് എന്ത് ചെയ്തത്? പ്രപ്പോസൽ ഉണ്ടാക്കിയത്. അപ്പൊ ആർക്ക് മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ? ബിക്ക് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. എനിക്ക് കയറി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? പറ്റില്ല. The person B is the above example. B signifies consent of the proposal. When he can say B has signified his consent on the proposal made by A, we can set the proposal in as well accepted. ബി എന്ത് ചെയ്യാണ്? അവരുടെ കൺസെന്റ്, ഞാൻ ആ 2 ലക്ഷത്തിന് ഓക്കെ ആണ് ആ കാർ മേടിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്തു? അക്സെപ്റ്റൻസ് ഇതായി. ആ അക്സെപ്റ്റഡ് പ്രപ്പോസലിനെയാണ്, പ്രപ്പോസൽ പ്ലസ് അക്സെപ്റ്റഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോമിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താണ് അക്സെപ്റ്റൻസ് എന്താന്നുള്ള ഡെഫിനിഷൻ, അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് തമ്മിലുള്ള എത്രത്തോളം ഇതാണ് നോക്കിക്കോ. അക്കോർഡിംഗ് ടു സർ വില്യം ആൻസൺ, പുള്ളിയുടെ പ്രകാരം acceptance is to offer what a lighted match is to a train of gunpowder. ഇവിടെ ഒരു ട്രെയിനിൽ ഫുൾ ഗൺ പൗഡർ ആണെന്ന് വിചാരിച്ചു. എന്നിട്ട് അതും ഒരു മാച്ചും ഒരു തീപ്പെട്ടിക്കൊള്ളിയും തമ്മിലുള്ള റിലേഷനാണ് ഓഫറും അക്സെപ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ ആയിട്ട് ആര് പറയുന്നത്? സർ വില്യം ആൻസൺ പറയുന്നത്. ബിക്കോസ് എന്ന് പറയുന്നത് അതാണ് ശരിക്കും ആ ഒരു തീപ്പെട്ടിക്കുള്ളിയും ആ ഒരു ഗൺ പൗഡറും തമ്മിലാണ് കൂട്ടി അവിടെ വലിയൊരു എന്താ പറയാ സ്ഫോടനം ഉണ്ടാവില്ലടാ. യെസ്, അതേപോലെയാണ് എന്ന് പറയുന്നത് ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. അവിടെ പിന്നെ ഒരു കോൺട്രാക്ട് ആയി, ശക്തമായ ഒരു കോൺട്രാക്ട് അവിടെ ഉണ്ടാക്കുകയാണ്. പിന്നെ കോൺട്രാക്ട് എങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ തന്നെ അതിന് ശക്തമായ മറുപടികളും
പരിഹാരങ്ങളും അവിടെ വരും. മനസ്സിലാവുന്നുണ്ടോ? വഴി നമ്മൾ പഠിക്കും. അപ്പൊ അതുപോലെയാണ് ആര് എന്ത് ചെയ്തിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ സർ വില്യം ആൻസണ് വിവരിച്ചിട്ടുള്ളത് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തതാണ് ലീഗൽ റൂൾസ് റിഗാർഡിംഗ് വാലിഡ് അക്സെപ്റ്റൻസ്. എങ്ങനെയായിരിക്കണം ഒരു വാലിഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ആയിട്ടുള്ള ലീഗൽ റൂൾ. അക്സെപ്റ്റൻസ് ക്യാൻ ബി ഗിവൺ ഓൺലി ബൈ എ പേഴ്സൺ ഹൂം ദ ഓഫർ ഈസ് മെയ്ഡ്. ഇപ്പൊ നോക്കടാ, ബിക്ക് കാറ് വിൽക്കാന്ന് പറയുമ്പോൾ വേറൊരാളായിട്ടുള്ള സിക്ക് പോയിട്ട് അത് കയറി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഇല്ല. കാരണം ആർക്കാണ് വിൽക്കുന്നത്? ബിക്കാണ് വിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് ആർക്ക് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ബിക്ക് മാത്രമേ. സപ്പോസ് ഒരു പബ്ലിക് ഓഫർ ആണെന്ന് വിചാരിച്ചു. പബ്ലിക് ഓഫർ എന്താണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പബ്ലിക് ഓഫർ ആണെന്നുണ്ടെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും കയറിയിട്ട് എന്ത് ചെയ്യാം? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. Okay. In case of the specific offer, it can accept only the person is made. ആർക്കാണോ എന്താ പറയാ ആ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ദ കേസ് ഓഫ് അതിന്റെ കേസ് ലോയും പറയുന്നുണ്ട്. ബോൾട്ടൺ vs ജോൺസ് ഒന്ന് വായിച്ചു നോക്കണേ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇനി ജനറൽ ഓഫർ, ഇത് നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ജനറൽ ഓഫർ ആണെന്നുണ്ടെങ്കിൽ it can accepted by any person who has the knowledge of the offer. Carlyle vs Carbol small company നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇൻഫ്ലുവൻസറുടെ കഥ, 100 പൗണ്ടിന്റെ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതാണ് ഈ കമ്പനി എന്ന് പറയുന്നത്. അപ്പോ ജനറൽ ഓഫർ ആണെങ്കിൽ അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് ആ കഥ ഓർമ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയാം. അക്സെപ്റ്റൻസ് ആർക്ക് മാത്രം, ആർക്കാണോ അക്സെപ്റ്റൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് അയാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ അക്സെപ്റ്റൻസ് ഓഫർ ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അയാൾക്ക് മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തത്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. ആസ് പെർ സെക്ഷൻ 7 ഓഫ് ദ ആക്ട്, അക്സെപ്റ്റൻസ് വാലിഡ് ഓൺലി ഇറ്റ് ഈസ് അബ്സല്യൂട്ട് വളരെ കൃത്യമായിരിക്കണം. ആൻഡ് അൺക്വാളിഫൈഡ്, എന്താ പറ്റുക, വേറെ പ്രശ്നങ്ങളൊന്നും അതിന് പാടില്ല. ഓക്കെ, യെസ്. ഇണ്ട് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. M offer to sell his land to N. M എന്ത് ചെയ്യുക? N-ന് വിൽക്കാണ്. എത്ര രൂപക്ക്? 280 വേണ്ടി. N replied purporting to accept the enclosed check 80 only. N replied എന്ത്? To accept the offer but enclosed check 80 രൂപ മാത്രമാണ്. He promised to pay the balance. ചെക്ക് വഴി എത്ര രൂപ തരാന്ന് പറഞ്ഞു? 80 പൗണ്ടും തരാൻ പറഞ്ഞു. ബാക്കി 200 ബൈ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ് ഓഫ് ഈച്ച് 50 രൂപ. ഇറ്റ് വാസ് ഹെൽഡ് ആൻഡ് കുഡ് നോട്ട് എൻഫോഴ്സ് ഇറ്റ്സ് അക്സെപ്റ്റൻസ് ബിക്കോസ് വാസ് നോട്ട് എ അൺക്വാളിഫൈഡ് വൺ. അപ്പോൾ 200 രൂപക്ക് എന്നിന് എം കൊടുക്കാന്ന് പറഞ്ഞു. എന്ത്? 280 രൂപക്ക് സ്ഥലം വിൽക്കാന്ന് പറഞ്ഞു. പക്ഷേ അയാള് പേയ്മെന്റ് പറഞ്ഞത് 80 രൂപ അപ്പൊ തരും, ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആയിട്ടാണ് തരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റൻസ് ആണോ? ഇല്ല, അത് ക്വാളിഫൈഡ് അക്സെപ്റ്റൻസ്. അൺക്വാളിഫൈഡ് ആയിരിക്കണം. എങ്ങനെയാണോ ഓഫർ തന്നെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓഫറുടെ കണ്ടീഷൻസ് ഉണ്ടോ അതിനനുസരിച്ചാണ് അക്സെപ്റ്റൻസ് വേണ്ടത്. അല്ലാതെ അയാളുടെ കുറെ കണ്ടീഷൻസ് ഇതാക്കുകയാണെങ്കിൽ അത് അൺക്വാളിഫൈഡ് ആവില്ല. ഇത് ക്വാളിഫൈഡ് ആയിരിക്കണം. അൺക്വാളിഫൈഡ് ആയിരിക്കണം ഏത്? നമ്മുടെ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കോ, ഈ വേറൊരു എക്സാമ്പിൾ. അതിന് അയാളുടെ നീലെ vs മെറിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തോ പുള്ളിയുടെ കേസിലാണ് അത് പറയുന്നത്. ഇനി നോക്കിക്കോ, എ ഓഫേഴ്സ് ടു സെൽ ഹിസ് ഹൗസ് ടു ബി. ഈ വേറൊരു കേസ് പറയാണ്. എന്ത് ചെയ്യുന്നു? ബിക്ക് ഹൗസ് വിൽക്കാൻ. എത്ര? 30 lakhs, 30 ലക്ഷത്തിന്. ബി റിപ്ലൈഡ്, ഐ ക്യാൻ പേ 24,000 for it. The offers A is rejected by the acceptance of not unqualified. However changes his mind of prepared to pay 30 lakhs. It also treated a counter offer. It is up to whether it's accepted or not. Okay, അയാൾ എന്ത് ചെയ്തു? 30 ലക്ഷം രൂപക്ക് എന്ത് പറഞ്ഞു? ഞാൻ എൻ്റെ ഹൗസ് നിങ്ങൾക്ക് വിൽക്കാം. അപ്പൊ ബി പറഞ്ഞു 30 ലക്ഷത്തിന് പറ്റൂല, ഒരു 24 ലക്ഷം ആണെങ്കിൽ എന്ത് ചെയ്യാം, ഞാന് അത് മേടിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് അക്സെപ്റ്റൻസ് അല്ലല്ലോ, അത് ക്വാളിഫൈഡ് ആണ്. അത് അക്സെപ്റ്റൻസ് ആയിട്ട് സ്വീകരിക്കൂല. കാരണം 30 ലക്ഷം പറഞ്ഞാൽ 30 ലക്ഷത്തിന് വേണമെങ്കിൽ അയാൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. ഇനി കുറച്ച് സമയത്തിന് ശേഷം അയാൾ വിചാരിച്ചു 30 ലക്ഷത്തിനാണ് ഞാൻ എന്ത് ചെയ്യാണ്
30 ലക്ഷത്തിന് ഞാൻ മേടിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ അതിനെന്താ പറയാ, അതിന് കൗണ്ടർ ഓഫർ എന്ന് പറയാം. എന്താ പറയാ, കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞ ഗണത്തിലാണ് നമ്മൾ കൗണ്ടർ ഓഫർ എന്താ പഠിച്ചിട്ടുണ്ട്. കൗണ്ടർ ഓഫറിന്റെ ഗണത്തിലാണ് നമ്മൾ അതിന് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എക്സാമ്പിൾ 51 ഒന്ന് വായിച്ചു നോക്കി. ഇനി നോക്കടാ വേറൊരു കേസ് നോക്കാം. എക്സാമ്പിൾ 51 വായിച്ചോ. നോക്കടാ, എ ബിക്ക് ഒരു ഓഫർ കൊടുത്തു. എന്താ കൊടുത്തതെന്നറിയോ, 50 ലക്ഷത്തിന് അല്ല 2 ലക്ഷത്തിന് ഞാന് കാറ് വിൽക്കാം. 2 ലക്ഷത്തിന്. അത് ബി എങ്ങനെ അക്സെപ്റ്റ് ചെയ്തതെന്നറിയോ, 50,000 രൂപക്ക് എന്റെ മോട്ടോർ സൈക്കിൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 ലക്ഷം രൂപക്ക് എന്താണ് നിങ്ങളുടെ കാറ് മേടിക്കാം. കാരണം ഇത് അക്സെപ്റ്റൻസ് ആയിട്ട് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് അൺക്വാളിഫൈഡ് അക്സെപ്റ്റൻസ് അല്ല. സോ അത് അക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കില്ല. പക്ഷെ ഇവിടെ വേറൊരു കാര്യം, ഇൻ ദ അതർ ഹാൻഡ് B agrees to purchase car from A for the proposal subject to availability of the valid registration certificate and with acceptance the place of contained mentioned RC book. This is because accepting the valid car not for the condition. അയാൾ പറഞ്ഞോടാ, എനിക്ക് എന്ത് വേണം, ഈ കാർ മേടിക്കുന്നതിലൂടെ നിങ്ങൾ അതിന്റെ RC കാര്യങ്ങളും RC ബുക്ക് ഉണ്ടാവില്ലേ, RC ആരുടെ പേരിലാണ്, അയാളുടെ ലൈവ് കണ്ടില്ലേ, RC ബുക്കും കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് എനിക്ക് കൈമാറണം എന്ന് പറഞ്ഞു. കണ്ടോ, ദിസ് ഈസ് നോട്ട് ആൻ കണ്ടീഷൻ. അത് പറഞ്ഞ ഒരു കണ്ടീഷൻ ആണോ? അല്ല. ആ കാറ് മേടിക്കുന്നതിലൂടെ അയാൾക്ക് കിട്ടേണ്ട ഒരു ടൈറ്റിൽ തന്നെയാണ് എന്ത്, RC ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ദിസ് അക്സെപ്റ്റൻസ് ഇൻ ദ കേസ് നോർ അൺകണ്ടീഷണൽ. അങ്ങനെ പറയുകയാണെങ്കിൽ അത് അൺകണ്ടീഷണൽ. കാരണം അത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എന്ത്, മറ്റേതെന്ന് പറയുന്നത് RC ബുക്ക് കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടീഷണൽ ആയിട്ട് വരും. മറ്റേ 50,000 ബൈക്ക് മേടിച്ചാലോ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അത് കണ്ടീഷണലാണ്. അപ്പൊ കണ്ടീഷണൽ അതാണ് അതിന് പറയുന്നത്. അപ്പൊ അൺക്വാളിഫൈഡ് അക്സെപ്റ്റൻസ് ആവില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ മനസ്സിലായി എന്ന് വിചാരിച്ചു. ഇപ്പൊ രണ്ടാമത്തെ എന്തായിരുന്നു, അബ്സല്യൂട്ട് ആയിരിക്കണം, അൺക്വാളിഫൈഡ്. അൺക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടീഷൻസ് ഒന്നും പാടില്ല. നമ്മൾ ക്വാളിഫൈഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ അൺക്വാളിഫൈഡ് എന്ന ടേംസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അബ്സല്യൂട്ട് വളരെ കൃത്യമായിട്ടും ആയിരിക്കണം പറയുന്നത്. അതാണ് രണ്ടാമത്തെ അക്സെപ്റ്റൻസിന്റെ ഒരു എന്താ പറയാ ലീഗൽ റൂൾസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. എടേ, എനിക്ക് അക്സെപ്റ്റൻസ് എന്നുള്ളത് എന്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആരുമായിട്ടാണെന്നുണ്ടെങ്കിൽ. To conclude the contract between the party, acceptance comes to communicated. In some civil condition, the acceptance with relation to the deviant condition, acceptance such a condition the counter of the proposal made. അപ്പൊ നോക്കട്ടെ, ഇവിടെ ഒരു എന്താ പറയാ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കേസ് സ്റ്റഡി ഉണ്ട്. ബ്രോഡ്ഗൺ VS മെട്രോപൊളിറ്റൻ റെയിൽവേ കമ്പനി. നോക്കിക്കോട്ടോ, ഇതെന്തോന്ന് വെച്ചാലടാ, നോക്കിക്കോ. ബി a supplier send a draft agreement to relating to the supply of coal to the manager of the railway company. ബി എന്ന് പറഞ്ഞ ഒരാള് ഓക്കെ എന്ത് ചെയ്തു, ഈ റെയിൽവേ കമ്പനിയുടെ ഇതിൽ മാനേജർക്ക് അയച്ചു. എന്തിനു വേണ്ടിയിട്ട്, സപ്ലൈ ഓഫ് കോൾ, കൽക്കരി വിൽക്കുന്നതിനെ പറ്റിയിട്ട് ഒരു എഗ്രിമെന്റ് അയച്ചു. മെട്രോപൊളിറ്റൻ ഹിസ് അക്സെപ്റ്റൻസ് ദ മാനേജർ റോട്ട് ഈസ് അപ്രൂവ്ഡ്. മാനേജർ എന്ത് ചെയ്തു, അത് അപ്രൂവ് ചെയ്തു എന്ന് എഴുതി, അതായത് അയാൾ അക്സെപ്റ്റ് ചെയ്തു. ഓൺ ദ സെയിം ആൻഡ് പുട്ട് ഇൻ ദ ഡ്രാഫ്റ്റ് എഗ്രിമെന്റ് ദ ഡ്രോയർ. അയാൾ എന്നിട്ട് അത് എന്ത് ചെയ്തു, ടേബിളിന്റെ ഡ്രോയറിൽ ഇട്ടു. ഇന്റൻഡിങ് ടു സെൻഡ് ദ കമ്പനീസ് solicitors the formal contract be drawn. By the oversight, the draft agreement remained the royal held there was no contract. The manager had not communicated his acceptance of B. ഇവിടെ നോക്കണം, അയാൾ ആ മറന്നതിലൂടെ ശരിക്കും അപ്രൂവ് ചെയ്തു, പക്ഷെ ഇത് അവർക്ക് തിരിച്ചയക്കണമായിരുന്നു. ഈ ലെറ്ററിൽ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് തിരിച്ചയക്കണം. അപ്പൊ അക്സെപ്റ്റ് ചെയ്താൽ അവിടെ ഒരു കോൺട്രാക്ട് മേക്ക് ചെയ്യുന്നുള്ളൂ. ഇയാൾ അത് ഡ്രോയറിൽ ഇട്ടതുകൂടെ അതെന്തായില്ല, അവിടെ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തില്ല. കാരണം അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ അക്സെപ്റ്റ് എന്ത് ചെയ്തില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കാരണം അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടായില്ല. ഇതൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു എന്താണ് കേസ് സ്റ്റഡിയാണ്. ഇനി എക്സാമ്പിൾ 52 നോക്കിയേ. എ പ്രപ്പോസ്ഡ് ടു ബി മാരി ഹിം. എന്ത് ചെയ്തു, പ്രപ്പോസ് ചെയ്തു ബിനെ മാരി ഹിം. ബി ഇൻഫോംഡ് എസ് സിസ്റ്റർ ദാറ്റ് ഷീ ഈസ് റെഡി ടു മാരി ഹിം. ബി എന്ത് ചെയ്തു, ഇൻഫോം ചെയ്തു. എനല്ല ഇൻഫോം ചെയ്തത്, എയുടെ സിസ്റ്ററിനെയാണ് ഇൻഫോം ചെയ്തത്. ബട്ട് ഹിസ് സിസ്റ്റർ ഡിഡിന്റ് ഇൻഫോം എ അബൌട്ട് ദ അക്സെപ്റ്റൻസ് ഓഫ് പ്രപ്പോസൽ. പക്ഷെ എയുടെ സിസ്റ്റർ എന്ത് ചെയ്തില്ല, അയാളുടെ
ഇൻഫോം ചെയ്തില്ല എന്ത് ഈ അക്സെപ്റ്റൻസ് ലെറ്റർ. ദർ ഈസ് നോ കോൺട്രാക്ട് ആസ് അക്സെപ്റ്റൻസ് വാസ് നോട്ട് കമ്മ്യൂണിക്കേറ്റ് ടു എ. എനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്തോടത്തോളം കാലം അവിടെ എന്തുണ്ടാവില്ല, അവിടെ ഒരു എന്തുണ്ടാവില്ല, കോൺട്രാക്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. പിന്നെ അടുത്തൊരു ഇതെന്താ പറയുന്നത്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മോഡ്. എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതേ രൂപത്തിലായിരിക്കണം. വേർ ദ മോഡ് ഓഫ് അക്സെപ്റ്റൻസ് ഈസ് പ്രിസ്ക്രൈബ്ഡ് പ്രപ്പോസൽ. എങ്ങനെയാണോ പ്രപ്പോസലിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ആയിരിക്കണം എന്ത് അക്സെപ്റ്റൻസ് വേണ്ടത്. എക്സാമ്പിൾ 53 നോക്കേ. ഇഫ് ഓഫറർ പ്രിസ്ക്രൈബ് അക്സെപ്റ്റൻസ് ത്രൂ ദ മെസ്സഞ്ചർ and offer is such accepted by the mail, there is no acceptance of the offer. Offerer informs the offeree that the acceptance is not according to the mode prescribed. എടാ നോക്കട്ടെ, ഓഫർ കൊടുക്കുന്ന ആള് പറഞ്ഞു പ്രിസ്ക്രൈബ് ചെയ്തു, അക്സെപ്റ്റൻസ് എങ്ങനെയായിരിക്കണം, മെസ്സഞ്ചർ വഴി ആയിരിക്കണം. പക്ഷെ ഓഫർ എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്തത്, ബൈ ഇമെയിൽ ആണ്, ഇമെയിൽ ചെയ്യാണ് ചെയ്തത്. അപ്പൊ പ്രിസ്ക്രൈബ്ഡ് മോഡ് ഏതായിരുന്നു, മെസ്സഞ്ചർ വഴിയും, പക്ഷെ ആക്ച്വലി ആള് ചെയ്തത് മെയിൽ വഴിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ, the offer is accepted is not according to the mode of prescribed. ആ പ്രിസ്ക്രൈബ്ഡ് ഓഫറർ പറഞ്ഞ പോയതല്ലല്ലോ അത് അക്സെപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഇറ്റ് വിൽ പ്രസീവ്ഡ് ദാറ്റ് അക്സെപ്റ്റൻസ് ഡസൻ. ഓക്കെ, അങ്ങനെ ചെയ്താൽ ഇഫ് ദ ഓഫറർ fails to do so, it will presume the acceptance and the acceptance and a valid contract will arise. അപ്പോ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നോക്കണം, ഇതുണ്ടോ, ദർ ഈസ് നോ അക്സെപ്റ്റൻസ് ഓൺ ഓഫർ. ദ ഓഫറർ ഇൻഫോംസ് ദ ഓഫറി. ഓഫർ എന്തെങ്കിലും ഓഫറിനെ ഇൻഫോം ചെയ്തു ദാറ്റ് ദ അക്സെപ്റ്റൻസ് വാസ് നോട്ട് പ്രിസ്ക്രൈബ്ഡ് മോഡ്. നിങ്ങൾ പ്രിസ്ക്രൈബ്ഡ് മോഡിലല്ല എന്ത് ചെയ്തിട്ടുള്ളത്, അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ എന്തില്ല, അക്സെപ്റ്റൻസ് ഇല്ല. ഇനി ഇൻ കേസ് അയാളത് പറഞ്ഞ് വിട്ടുപോയി, എന്ത് പ്രിസ്ക്രൈബ്ഡ് മോഡിലല്ല അയച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ it will be presumed that he has accepted the acceptance and a valid contract arise. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ അങ്ങനെ പറഞ്ഞതൊന്നുമില്ല, ആര്, നമ്മുടെ ഓഫറർ. അങ്ങനെയാണെങ്കിൽ അത് അയാൾ അക്സെപ്റ്റ് ചെയ്തു എന്നതാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ വിചാരിക്കുന്നത് അല്ലെങ്കിൽ പ്രസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് അവിടെ ഒരു വാലിഡ് കോൺട്രാക്ട് അറൈസ് ചെയ്യും. ഇനി ടൈം എങ്ങനെയാണ് ഈ എന്താ പറയാ, നമ്മുടെ ഈ അക്സെപ്റ്റൻസ് ഒക്കെ എപ്പോഴാണ് നമ്മളിത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ദ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം ലിമിറ്റ് ഇഫ് എനി ആൻഡ് ഇഫ് നോ ടൈം ഈസ് സ്റ്റിപ്പുലേറ്റഡ് ദ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ എ റീസണബിൾ ടൈം. ഒരു സ്പെസിഫിക് ടൈം പറഞ്ഞിട്ടുണ്ടെന്ന്, ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കൃത്യമായ ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഇനി സ്റ്റിപ്പുലേറ്റ് ഒരു ടൈം ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ റീസണബിൾ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിഫോർ റീസണബിൾ ടൈമിന്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. റീസണബിൾ ടൈം പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു എന്താ പറയാ, ഏകദേശം ഇത്രയും ടൈമിന്റെ ഉള്ളിൽ എന്ന് പറയില്ലേ, അതിനെ നമ്മൾ റീസണബിൾ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ആ റീസണബിൾ ടൈമിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, അയാളത് അക്സെപ്റ്റ് ചെയ്യണം. എക്സാമ്പിൾ 54 ഒന്ന് നോക്കിയേ. എ ഓഫേഴ്സ് ടു സെൽ ടു ബി എന്ത് 50 കിലോഗ്രാം ഓഫ് ബനാനസ് ഫോർ RS 500. 500 രൂപക്ക് 50 കിലോഗ്രാം ഇത് വരും. ബി കമ്മ്യൂണിക്കേറ്റഡ് ദ അക്സെപ്റ്റൻസ് ഓഫ് ആഫ്റ്റർ 4 days. 4 ദിവസത്തിന് ശേഷമാണ് പക്ഷെ എന്ത് ചെയ്തത്, എ ഓഫർ ചെയ്തു 50 കിലോഗ്രാം ബനാന മേടിക്കാന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്ത് 4 ദിവസം കഴിഞ്ഞിട്ട് ബി. സച്ച് ഈസ് നോട്ട് വാലിഡ് കോൺട്രാക്ട്. കാരണം ബനാനാസ് ബീങ്സ് ദ പെരിഷബിൾ ഐറ്റം. കാരണം എന്താ, ഇവിടെ കേട് വരാൻ ചാൻസ് ഉണ്ട് ബനാന, അതായത് വാഴപ്പഴം. അപ്പൊ ഇയാളുടെ അക്സെപ്റ്റൻസ് നോക്കി മറ്റാക്കി ഇരിക്കാൻ പറ്റില്ല, കാരണം കേടൊന്നു പോകും. അപ്പൊ കുഡ് നോട്ട് സ്റ്റേ പീരീഡ് ഓഫ് വീക്ക്. അപ്പൊ അയാൾക്ക് ഒരു എന്താ പറയാ, ഇസ് നോട്ട് റീസണബിൾ ടൈം ഇൻ ദിസ് കേസ്. ഓക്കെ, അപ്പൊ അത് എന്താ പറയാ, പീരിയോഡിക് ഓഫ് വീക്ക്, അതുകൊണ്ട് തന്നെ ഇത് കേടുവരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇപ്പൊ ഈ 4 days എന്ന് പറയുന്നത് ഈസ് നോട്ട് റീസണബിൾ ടൈം ഇൻ ദിസ് കേസ്. ഇത് റീസണബിൾ ടൈം അല്ല, അയാൾ ഉടനെ തന്നെ കൊടുക്കണമായിരുന്നു.
കാരണമല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡാമേജ് ഗുഡ്സിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് റീസണബിൾ ടൈം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതായത് സാധാരണ സിറ്റുവേഷൻസ് എന്നാണ് നമ്മൾ അതിന്റെ റീസണബിൾ ടൈം എന്താന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, യെസ്. ഇനി എക്സാമ്പിൾ 55. എ ഓഫർ ടു ബി ടു സെൽ ഹിസ് ഹൗസ് അറ്റ് 20 lakhs. എ ബിനോട് പറഞ്ഞു 20 ലക്ഷത്തിന്. ബി അക്സെപ്റ്റ് ദ ഓഫർ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ആഫ്റ്റർ 4 days. Held the contract is valid for 4 days considered as a reasonable time. പക്ഷെ അതേ 4 ദിവസം തന്നെ ഒരു വീട് വിൽക്കുന്ന കേസസിലായപ്പോ അതെന്താണ്, റീസണബിൾ ടൈമിന്റെ ഉള്ളിലാണ് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഒരേ 4 ദിവസം തന്നെ സിറ്റുവേഷൻ അനുസരിച്ച് അത് റീസണബിൾ ടൈം ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, അത് മനസ്സിലാക്കും. ഇനി അടുത്തതാണ്, ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള മിയർ സൈലൻസ് ഈസ് നോട്ട് അക്സെപ്റ്റൻസ്. മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് നോക്കുക. ദ അക്സെപ്റ്റൻസ് ആൻഡ് ഓഫർ കനോട്ട് ഇംപ്ലൈഡ് ഫ്രം ദ സൈലൻസ് ഓഫ് ദ ഓഫർ ഓർ ഹിസ് ഫെയിലിയർ ടു ആൻസർ unless the offeree has any previous conduct indicate that his silence is the evidence of the acceptance. സൈലൻസ് അല്ലെങ്കിൽ അൺവില്ലിങ്നെസ് ടു ആൻസർ, അയാളുടെ ഓഫറിന് ഇയാള് എന്താ പറയാ അൺവില്ലിങ് ആയി, അയാൾക്ക് ഒരു മറുപടി കൊടുക്കാൻ പറ്റിയില്ല, അങ്ങനെയാണെങ്കിൽ അതൊന്നും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂല, അക്സെപ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അവരുടെ അവിടെ ഒരു കേസിലുണ്ട്. ഈ കേസിൽ നോക്കണം, കാരണം എന്താ വെച്ചാല് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഈ മിയർ സൈലൻസിന്റെ കേസ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. സോ അതൊന്ന് വായിച്ചു നോക്കിയേ. ഫെൽദോസ് വിഎസ് ബിൻലി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു കേസ് സ്റ്റഡിയാണ്. ഓക്കെ, എഫ് അങ്കിൾ ഓഫേർഡ് to buy his nephew's horse for £30, saying, if hear no more about it, shall consider the horse mine. എഫ് എന്ത് ചെയ്യണ, എഫ് എന്ന് പറയുന്ന അങ്കിളാണ് ആരുടെ, ഒരു നെഫ്യൂടെ. ഓക്കെ, യെസ്. അപ്പൊ നെഫ്യൂടെ ഹോഴ്സ് 30 പൗണ്ടിന് അയാൾ മേടിക്കാന്ന് പറഞ്ഞു. അയാള് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇഫ് ഹൈ ഹിയർ നോ മോർ അബൌട്ട്, അയാൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നെഫ്യൂ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇത് ആരുടേതായിട്ട് സ്വീകരിക്കും എന്ന് പറഞ്ഞു. എഫ് പറഞ്ഞു എന്റേതായിട്ട് ഞാനത് മനസ്സിലാക്കും എന്ന് പറഞ്ഞു. ദ നെഫ്യൂ ഡിഡ് നോട്ട് റീപ്ലൈ ടു എഫ്. നമ്മുടെ നെഫ്യൂ എന്ത് ചെയ്തു, റീപ്ലൈ കൊടുത്തില്ല അറ്റ് ആൾ. ഹി ടോൾഡ് ഹിസ് ഓക്ഷനിയർ, എന്ത് ചെയ്തു, അയാൾ എന്ത് ചെയ്തു, ഓക്ഷനിയറിനോട് പറഞ്ഞു, ബി to keep a particular house out of sale for his farm stock as intend to reserve it for the uncle. അങ്കിളിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറഞ്ഞു. ഓക്കെ, ഓപ്ഷനിയറിനോട് അയാൾ പറഞ്ഞു, ആര്, എഫ് യു പറഞ്ഞു. ബൈ മിസ്റ്റേക്ക് കാരണം ദ ഓപ്ഷനിയർ സോൾഡ് ഹോസിനെ എന്ത് ചെയ്ത് വിറ്റു, ഓപ്ഷനിയർ വിറ്റു, അതായത് ലേലത്തിന് വിറ്റു. എഫ് സ്യൂഡ് ഹിം ഫോർ ദ കൺവേർഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ഹെൽഡ്. എഫ് എന്ത് ചെയ്തു, അങ്കിൾ എന്ത് ചെയ്തു, സ്യൂ ചെയ്തു, കേസ് കൊടുത്തു, ആർക്കെതിരെ, നമ്മുടെ നെഫ്യൂവിനെതിരെ. പക്ഷെ എഫ് കുഡ് നോട്ട് സക്സീഡ് ആസ് ഹിസ് നെഫ്യൂസ്, കാരണം അതെന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഇവർക്ക് ഇവിടെ നെഫ്യൂവിന് സക്സീഡ് ചെയ്യാൻ പറ്റൂല, കാരണം അത് അയാളുടെ എന്തായിട്ടില്ല, ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്തിട്ടില്ല, അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തോടത്തോളം കാലം അത് അക്സെപ്റ്റൻസ് ആയിട്ട് സ്വീകരിക്കൂല. അതുകൊണ്ട് ആരുടേതും ഇതായിട്ടില്ല, കാരണം നെഫ്യൂ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആരുടെ അങ്കിളിന്റെ ഹോഴ്സ് ആവുമായിരുന്നു. അക്സെപ്റ്റ് ചെയ്യാത്തോണ്ട് തന്നെ എന്താവുമായില്ല, അവരുടെ ഹോഴ്സ് ആവില്ല. മാത്രമല്ല ഇവിടെ എന്താ പറയാ, ഇവിടെ ഇയാൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, റീപ്ലൈ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്റേതായിട്ട് ഞാൻ സ്വീകരിക്കും, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നത്, മനസ്സിലാവും. അങ്ങനെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല, സൈലൻസ് അക്സെപ്റ്റൻസ് ആയിട്ട് സ്വീകരിക്കാൻ സാധ്യമല്ല. ഓക്കെ, അതുപോലെ തന്നെ എക്സാമ്പിൾ 56 കൂടെ ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കണം. ഓക്കെ, യെസ്. അടുത്തതാണ് അക്സെപ്റ്റൻസ് ബൈ കണ്ടക്ട് ഓർ ഇംപ്ലൈഡ് അക്സെപ്റ്റൻസ്. ഇംപ്ലൈഡ് ഓഫർ പോലെ അക്സെപ്റ്റൻസിൽ ഒന്നുണ്ട്, ഇംപ്ലൈഡ് അക്സെപ്റ്റൻസ് ഉണ്ട്. ഓക്കെ, സെക്ഷൻ എക്സാമ്പിൾ 57. വെൻ എ ട്രേഡ്സ്മാൻ റിസീവ് ആൻ ഓർഡർ ഫ്രം ദ കസ്റ്റമർ, ഒരു കച്ചവടക്കാരൻ എന്ത് ചെയ്തു, കസ്റ്റമറിലേക്ക് ഒരു ഓർഡർ കിട്ടി, ആൻഡ് എക്സിക്യൂട്ട് ദ ഓർഡർ ബൈ സെൻഡിങ് ദ ഗുഡ്സ്. അങ്ങനെ എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു, ഇത് കസ്റ്റമറിന് ഗുഡ്സ് സെൻഡ് ചെയ്തു. ദ കസ്റ്റമേഴ്സ് ഓർഡേഴ്സ് ഫോർ ദ ഗുഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഓഫർ വിച്ച് ഹാസ് ബീൻ അക്സെപ്റ്റഡ് ബൈ ട്രേഡ്സ്മാൻ subsequently by sending the goods. It is the case of the accepted by
കണ്ടക്ട്. സോ നോക്കിക്കോ, ഇവിടെ കസ്റ്റമറേക്കുന്ന ഒരു ഓർഡർ കിട്ടാണ്, മനസ്സിലായോ? ഇയാളെ പക്ഷെ അക്സെപ്റ്റഡ് എന്നൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ ആ ഓർഡർ കിട്ടിയപ്പോ തന്നെ ഇയാള് ഗുഡ്സ് ആണ് സെൻഡ് ചെയ്തു. അപ്പൊ ഇയാൾ ഈ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതിലൂടെ അതിന് അർത്ഥമാക്കുന്നത് എന്താ? ഇയാൾ അത് അക്സെപ്റ്റ് ചെയ്തു എന്നാണ്. അപ്പൊ ഇയാൾ അത് അക്സെപ്റ്റ് ചെയ്തത് എങ്ങനെയാണ്? ഒരു ആക്ടിലൂടെയാണ്. അപ്പൊ അതിനെ പറയുന്നതാണ് എന്ത്? അക്സെപ്റ്റൻസ് ബൈ കണ്ടക്ട്. ആ കണ്ടക്ട്, ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെയാണ് അക്സെപ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇംപ്ലൈഡ് അക്സെപ്റ്റൻസ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അതോടുകൂടെ എന്ത് ചെയ്തു? ആ ഒരു ടോപ്പിക് കഴിഞ്ഞു. അപ്പൊ 7 പോയിന്റ്സ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. ഒരു വാലിഡ് അക്സെപ്റ്റൻസ് ആവാനുള്ള 7 പോയിന്റുകൾ. 7 പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ് ട്ടോ. ഇനി അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ പെർഫോമൻസ്. ഓക്കെ, യെസ്. ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്യുന്നത് നമ്മുടെ നോട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് റിവേക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഓക്കെ, അതോടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ എനിക്ക് തോന്നുന്നു കഴിഞ്ഞു. ഓക്കെ, യെസ്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നോട്ട്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ഓഫ് എന്ന് പറയുന്ന ഈ 2 ടോപ്പിക്. സോ നമുക്ക് നോട്ട്സിലോട്ട് പോകാം. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ചാപ്റ്റർ 2ന്റെ നോട്ട്സ് ആണ്. സോ ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ക്രോസ് ഓഫർ എന്താന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ഏരിയയിലോട്ട് പോകാം. സോ നോട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് അക്സെപ്റ്റൻസ് ഉണ്ട്. ഇവിടെ 1 by 1 പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത. യെസ്. അപ്പൊ അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ. ഞാൻ ടെസ്റ്റ് വെച്ച് എടുക്കണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ലോ ആയതുകൊണ്ട് തന്നെ ടെസ്റ്റ് കൂടുതൽ മനസ്സിലാവാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് വെച്ച് പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ചില ഡിഫിക്കൽട്ടീസ് ഏരിയസിൽ നോട്ട്സ് പ്രിഫർ ചെയ്യുന്നതാണ് ബെറ്റർ. കമ്മ്യൂണിക്കേഷൻ ഓഫ് ആൻഡ് അക്സെപ്റ്റൻസ്. ഓഫറും അക്സെപ്റ്റൻസും എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമ്മൾ പരിഗണിക്കുക? കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഈസ് കംപ്ലീറ്റ് വെൻ ഇറ്റ് കംസ് ടു ദ നോളജ് ഓഫ് ദ പേഴ്സൺ ഹു ഈസ് മെയ്ഡ്. ആർക്കാണോ ആ എന്ത് ചെയ്തത്, ആ ഓഫർ ഉണ്ടാക്കിയത്, അവരുടെ നോളേജിൽ അത് എത്തിയ. ഇപ്പൊ നിങ്ങൾ എനിക്ക് ഓഫർ ചെയ്യുകയാണെങ്കിൽ എന്റെ നോളേജിലോട്ട് അത് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഒരു ലെറ്റർ അയച്ചു എന്ന് വിചാരിച്ചു. നിങ്ങൾ എനിക്കൊരു ലെറ്റർ അയച്ചു, നിങ്ങൾ 1,00,000 രൂപക്ക് എന്റെ കാർ മേടിക്കാന്ന് പറഞ്ഞിട്ടാണ് ലെറ്റർ അയച്ചത്. എങ്ങനെയാണെങ്കിൽ ഞാൻ ആ ലെറ്റർ പൊട്ടിച്ചു വായിച്ചു കഴിഞ്ഞാൽ അത് എന്റെ നോളജിൽ എത്തി. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഓഫർ കംപ്ലീറ്റ് ആവുന്നത്. ഇൻ കേസ് ഓഫ് ഓവർ കെയർഡ് മൈ പോസ്റ്റ് ആണ്, പോസ്റ്റ് വഴിയാണ് ഇങ്ങനെ ലെറ്റർ ഒക്കെ അയച്ചിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് കമ്മ്യൂണിക്കേഷൻ വെൻ ദ ലെറ്റർ കണ്ടെയ്ൻ ദ ഓഫർ റീച്ച് ദ ഓഫറി. എപ്പോഴാണോ ആ ലെറ്റർ ഓഫറുടെ കയ്യിൽ എത്തുന്നത് അപ്പോഴാണ് അതിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവും. മനസ്സിലാവുന്നുണ്ടോ? യെസ്. കമ്മ്യൂണിക്കേഷൻ അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് പ്രപ്പോസർ. ഓക്കെ, ഇനി പ്രപ്പോസറുടെ ഇതിൽ എപ്പോഴാണ് അയാളുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവും? വെൻ ഇറ്റ് ഈസ് പുട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസിറ്റന്റ് ഫേസ് സോ ആസ് ടു ബി ഔട്ട് ഓഫ് ദ പവർ ഓഫ് ദ അക്സെപ്റ്റർ to withdraw the same. In case of accession made by post, the proposal become bound by acceptance as soon as the properly addressed and stamped letter of acceptance is duly posted, even if such letter acceptance is lost or delayed in post. അക്സെപ്റ്റർക്ക് എപ്പോഴാണ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത്? കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് അഗെയിൻസ്റ്റ് പ്രപ്പോസർ. പ്രപ്പോസ് ചെയ്ത ആളുണ്ടാവില്ല, അതായത് ഓഫറർ, അവരുടെ കേസിൽ എപ്പോഴാണ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത്? അയാൾ അത് പ്രോപ്പർ ആയിട്ട്, ഇപ്പൊ പോസ്റ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് വഴിയാവുമ്പോഴാണ് ഇതിന്റെ മെയിൻ കേസ് വരുന്നത്. മനസ്സിലാവും? ഇപ്പോ സപ്പോസ് നമ്മൾ വിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് വിചാരിച്ചു, ഓഫറും അക്സെപ്റ്റൻസും. ഞാൻ ഇവിടുന്ന് ഓഫർ കൊടുക്കുന്നു, അയാൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വെച്ചാൽ അത് ഇൻസ്റ്റന്റ് കോൺട്രാക്ട്, ഇൻസ്റ്റന്റ് ഓഫറും അക്സെപ്റ്റൻസും. അവിടെ നമുക്ക് ഇതിന്റെ ഒരു ഡിസ്കഷൻസ് വരുന്നില്ല. ഇത് എവിടെ വരുന്നത്? പോസ്റ്റ് വഴി അയക്കുമ്പോഴാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാം. അതായത് പോസ്റ്റ് വഴി അയക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പോസ്റ്റ് വഴി അയച്ച് എനിക്ക് ലെറ്റർ കിട്ടി, ഞാൻ അത് എന്ത് ചെയ്തു, അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു, അത് പ്രോപ്പർ ആയിട്ട് അഡ്രസ് എഴുതി സ്റ്റാമ്പ് ചെയ്തിട്ട് ഇത് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് അക്സെപ്റ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, കണക്കാക്കും. ആസ് അഗെയിൻസ്റ്റ് ഓഫർ. പ്രപ്പോസ് ചെയ്തില്ല, ആരാണ് പ്രപ്പോസ് ചെയ്തത്, അയാൾക്ക് അഗെയിൻസ്റ്റ് എന്തായിട്ട് മാറ്റും,
അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ട് മനസ്സിലാക്കും. ഇനി കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് അഗെയിൻസ്റ്റ് അക്സെപ്റ്റർ. അക്സെപ്റ്ററുടെ എപ്പോഴാണ് ഇപ്പൊ നോക്കണേ, അക്സെപ്റ്റൻസിനെ രണ്ടാക്കി രണ്ട്. ഒന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ് വിചാരിച്ചു. നിങ്ങളാണ് എനിക്ക് ഒരു ഓഫർ തന്നത്. അപ്പൊ ഞാൻ തിരിച്ച് എപ്പോഴാണ് നിങ്ങൾക്ക് ആ അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത്? നിങ്ങളെ സംബന്ധിച്ചുള്ള അക്സെപ്റ്റൻസ് ഞാൻ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് എത്തൊന്നും വേണ്ട. സോ ഞാൻ പോസ്റ്റ് ചെയ്താൽ തന്നെ അതെന്തായി അക്സെപ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി ആസ് അഗേൻസ്റ്റ് എന്നെ സംബന്ധിച്ചോളം അത് അക്സെപ്റ്റൻസ് ആയിട്ട് എപ്പോഴാണ് കൺസിഡർ ചെയ്ത് നോക്കിക്കോ, വെൻ ഇറ്റ് കംസ് ടു ദ നോളജ് ഓഫ് പ്രപ്പോസൽ. അത് നിങ്ങളുടെ നോളജിൽ എത്തുമ്പോൾ, ഇൻ കേസ് ഓഫ് ദ അക്സെപ്റ്റൻസ് പോസ്റ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ the acceptor become bound by acceptance only when the letter accept is actually received by proposer. നിങ്ങൾക്ക് എപ്പോഴാണോ ആ ലെറ്റർ കിട്ടുന്നത് അപ്പോഴാണ് ആ അക്സെപ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഡേറ്റ് ദ വിച്ച് ലെറ്റർ acceptance is post and the date of which letter of the acceptance is received by the poster can utilized by the acceptor to withdraw his acceptance by faster mode the revocation of the proposer before the letter acceptance. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിവോക്ക് ചെയ്യാം. റിവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റൻസ് വേണ്ടാന്ന് വെക്കാം. സപ്പോസ് നിങ്ങൾ എനിക്ക് ലെറ്ററിലൂടെ അയച്ചു, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചയച്ചു. സപ്പോസ് പോസ്റ്റ് വഴി അയക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 1-2 ദിവസം ഞാൻ അത് നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ്, നിങ്ങളെ സംബന്ധിച്ചോളം എപ്പോഴാണ് അത് കമ്മ്യൂണിക്കേഷൻ ആവുന്നത്, ആ അക്സെപ്റ്റൻസ് നിങ്ങളുടെ കയ്യിൽ അത് എപ്പോഴാണോ കിട്ടുന്നത് അപ്പോഴല്ലോ നിങ്ങൾ അത് അറിയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ എപ്പോഴാണോ കിട്ടുന്നത് അതിന് മുമ്പ് നമുക്ക് ഫാസ്റ്റർ മോഡ് വഴി വേണമെങ്കിൽ അത് റിവോക്ക് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഫോൺ വിളിച്ച് നിങ്ങളോട് പറഞ്ഞു ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ അത് റിവോക്ക് ചെയ്തു. മനസ്സിലായോ? ഞാൻ ഇങ്ങനെ ലെറ്റർ അയച്ചിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നില്ല, അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന്. അപ്പൊ നിങ്ങളുടെ നോളേജിൽ എത്തുന്നതിന് മുമ്പ് വേണമെങ്കിൽ എനിക്കത് റിവോക്ക് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? യെസ്, അതാണ് അവിടെ കൊടുത്ത നോട്ട്. ഓക്കെ ആണല്ലോ? ഇതാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കില് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ ഓക്കെ എടാ, അതേ കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇവിടെ ഒരുപാട് ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ നോട്ട്സിലോട്ട് കംപ്ലീറ്റ് നിങ്ങൾ ഇതൊന്ന് വായിച്ചു പോകണം. ഓക്കെ, സെക്ഷൻ 4 ഒക്കെ ഇവിടെ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ കംപ്ലീറ്റ് വെൻ ഇറ്റ് കംസ് ടു ദ നോളജ് ഓഫ് ദ പേഴ്സൺ ഹു ഇസ് മെയ്ഡ്. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണോ അത് ഉണ്ടാക്കിയത് അപ്പോഴാണ് അവരുടെ നോളജിൽ എത്തുമ്പോൾ, നിങ്ങൾ എനിക്കൊരു ലെറ്റർ അയച്ചാൽ എപ്പോഴാണ് അത് എന്റെ നോളജിൽ എത്തുന്നത് അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഇതാകുന്നത്. കമ്മ്യൂണിക്കേഷൻ ദർ ഇസ് ടു സൈഡ്സ് ഓഫ് ഡിസ്കഷൻ. അതാണ് പറഞ്ഞത്, അക്സെപ്റ്റൻസ് രണ്ടാളുടെ ഇതിന്ന് വെച്ച് നോക്കണം. ഒന്നെന്ന് പറയുന്നത് അക്സെപ്റ്ററുടെ ഭാഗത്തു നിന്നും പ്രപ്പോസറുടെ ഭാഗത്തു നിന്നും. പ്രപ്പോസറുടെ ഭാഗത്തു നിന്ന് എപ്പോഴാണ് അത് അക്സെപ്റ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഞാൻ എപ്പോഴാണോ അത് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഡ്യൂലി അഡ്രസ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യും? അത് അക്സെപ്റ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അത് റിവോക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത് റിവോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ ഓഫർ. മനസ്സിലായോ? അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഡിസ്കഷൻ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇവിടെ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. A offers 50,000 to B does not arrive before the court of law evidence to case. B does not arrive on the date of hearing the court. Here the omission of doing act amounts to acceptance. ഉണ്ടോ ഇവിടെ അക്സെപ്റ്റൻസ് ഉണ്ടോ? ഇവിടെ എന്താ പറഞ്ഞ, എ ഓഫർ ചെയ്തു 50,000 രൂപ ബിക്ക്. അയാള് കോർട്ടിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, കോടതിയിൽ തെളിവായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബി ഡസ് നോട്ട് അറൈവ്, ബി അങ്ങനെ എത്തിയില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹിയർ ദ ഒമിഷൻ ഓഫ് ഡൂയിങ്, അയാളെ ചെയ്യാതെ ഇരിക്കുന്നതാണ് ഇവിടെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, അക്സെപ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ആസ് അഗെയിൻസ്റ്റ് പ്രപ്പോസറും ആസ് അഗെയിൻസ്റ്റ് അക്സെപ്റ്ററും നമ്മൾ ഇപ്പൊ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തില്ലേ? ഇത് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫോർ ഇൻസ്റ്റൻസ്, ഇൻസ്റ്റന്റ് ഏതാണെന്നുണ്ടെങ്കിൽ, ഫോർ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസ്റ്റന്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ മൊബൈലിലൂടെ വിളിക്കുക, അപ്പൊ തന്നെ ഓഫർ കൊടുക്കുന്നു, അപ്പുറത്ത് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻസ്റ്റന്റ് ഇതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. പിന്നെ നമ്മുടെ ആക്സെപ്റ്റ് ഓർ ടെലിഫോൺ ഓർ ടെലക്സ് ഓർ ഫാക്സ്, ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്നതാ. വെൻ ഓഫർ ഈസ് മെയ്ഡ് ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ലൈക്ക് ടെലക്സ്, ടെലിഫോൺ, ഫാക്സ്, ഇതൊക്കെ പെട്ടെന്ന്, ഇമെയിൽ പെട്ടെന്നാവും. ഓക്കെ, യെസ്. അതിൽ നമ്മൾക്ക് ഈ വരുന്ന ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല.
the offer and offer guide may place where the accept is received. However, in case of gall drops, the distribution line may not a valid contract. അപ്പൊ ഇങ്ങനത്തതൊക്കെ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ഇതാണ് പറയാ കമ്മ്യൂണിക്കേഷൻ. അവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇനി വേറൊരു ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് സ്പെഷ്യൽ കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് പറഞ്ഞു. അക്സെപ്റ്റൻസിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. ഇനി കമ്മ്യൂണിക്കേഷൻ ഓഫ് സ്പെഷ്യൽ കണ്ടീഷൻസ്. എന്താണ് സ്പെഷ്യൽ? സംടൈംസ് ദർ ആർ സിറ്റുവേഷൻസ് വേർ ആർ കോൺട്രാക്ട്സ് ഓഫ് സ്പെഷ്യൽ കണ്ടീഷൻസ്. ഈ കോൺട്രാക്റ്റിനോട് കൂടെ ചില കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവും. ദീസ് ആർ സ്പെഷ്യൽ കണ്ടീഷൻസ് കൺവേഡ് ടാസിറ്റ്ലി പറഞ്ഞാൽ സൈലന്റ് ആയിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ഉണ്ടാവും. ആൻഡ് ദ അക്സെപ്റ്റൻസ് ഓഫ് ദ കണ്ടീഷൻസ് ഓർ കൺവേഡ് അഗെയിൻസ്റ്റ് ദ ടാസിറ്റി വിത്തൗട്ട് ഹിം ഇവൻ റിയലൈസിങ് ഹിം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. When a passenger undertaking a travel, the conditions of travel printed at the back side of the ticket. അവിടെ നോക്കണം, നിങ്ങളിപ്പോൾ ട്രെയിൻ ടിക്കറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഉണ്ടാവും, അതിന്റെ പുറകിൽ എഴുതിയിട്ടുണ്ടാവും കുറേ കണ്ടീഷൻസ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അങ്ങനെ സംടൈംസ് ദീസ് സ്പെഷ്യൽ കണ്ടീഷൻസ് ആർ ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ദ പാസഞ്ചർ. സംടൈംസ് ഇത് എന്താവില്ല, അയാൾ ശ്രദ്ധിക്കാറില്ല. ഓക്കെ, സംടൈംസ് നോട്ട്. ഓക്കെ, ചിലപ്പോൾ ശ്രദ്ധിക്കും, ചിലപ്പോൾ ശ്രദ്ധിക്കാതിരിക്കില്ല. In any event, the passenger is treated having accepted the special condition the moment of he boarding his ticket. പക്ഷെ ഈ ടാസിറ്റ്ലി അതിന്റെ പുറകിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പാസഞ്ചറിന് അറിഞ്ഞാലും ശരി അറിഞ്ഞിട്ടില്ലെങ്കിലും ശരി അയാൾക്ക് അറിയുന്നതായിട്ടാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ അതിനനുസരിച്ചുള്ള നടപടികളും ഉണ്ടാകും എന്നാണ് അർത്ഥം. ഓക്കെ, അതാണ് എന്തിൻ്റെത്? കമ്മ്യൂണിക്കേഷൻ ഓഫ് സ്പെഷ്യൽ കണ്ടീഷൻസ്. സ്പെഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം. ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ബസ്സിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ടിക്കറ്റ് ഇല്ലാതെ ആയി കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ അടക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒന്നും നശിപ്പിക്കരുത്, നശിപ്പിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡാമേജ് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ കണ്ടീഷൻസാ. അങ്ങനത്തെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ആ ടിക്കറ്റിന്റെ പുറകിൽ എഴുതിയിട്ടുണ്ടാവും. അത് അയാൾ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുപോലെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ ഇവിടെ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്പെഷ്യൽ കണ്ടീഷൻസിന്റെ കേസിൽ രണ്ട് തരം കമ്മ്യൂണിക്കേഷൻസ് വരാം. സോ നോക്കട്ടെ, സ്പെഷ്യൽ കേസസ് കണ്ടീഷൻസ്. ഓക്കെ, സ്പെഷ്യൽ കണ്ടീഷൻസ് രണ്ട് രൂപത്തിലാണ് അപ്പോൾ നമുക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് എക്സ്പ്രസ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും, അവരോട് നമ്മൾ എക്സ്പ്രസ്ലി മേ ബി എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ടാസിറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ടാസിറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയുക, അപ്പൊ നിങ്ങൾ നോക്കണ്ട റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ എയർപോർട്ടിലൊക്കെ നമ്മൾ ടിക്കറ്റ് മേടിക്കാൻ പോകുമ്പോൾ അവിടെ കുറേ കണ്ടീഷൻസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെ ആ കണ്ടീഷൻസ് നോക്കിക്കോ, നോക്കിക്കോ. അപ്പൊ അങ്ങനെ രണ്ട് രൂപത്തിലാണ്. ഈ ടാസിറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്താണെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിരിക്കും നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ. എക്സ്പ്രസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇതില്ല, ഒന്നല്ലെങ്കിൽ വേർഡ് വഴി പറഞ്ഞു അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നോ ഇഷ്യൂ. അത് എല്ലാ കോൺട്രാക്ട്സും എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ. പക്ഷെ ഈ ടാസിറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാ പ്രശ്നം. കാരണം ചിലപ്പോൾ ചെറിയ ലെറ്റേഴ്സിലായിരിക്കും കുറെ എഴുതിയിട്ടുണ്ടാവുക, നോട്ട് എക്സ്പ്രസ്ലി ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ടാണ്. നമ്മള് ഈവൻ ദോ ആ ടിക്കറ്റിന്റെ പുറകിൽ നമ്മൾ വായിച്ചു നോക്കാറില്ല, വായിച്ചു നോക്കിയാലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുക. പക്ഷെ അതെന്തായിരിക്കണം, റീസണബിൾ ആയിരിക്കണം, റീസണബിൾ കണ്ടീഷൻസ് ആയിരിക്കും. എന്താണ് അൺറീസണബിൾ എന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നോക്കിക്കോ, വെൻ സംവൺ ട്രാവൽസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട് ട്രാവൽ ചെയ്യാണ്. It could be seen as special condition printed at the back of the air ticket. എയർ ടിക്കറ്റിന്റെ പുറകിൽ കുറെ കണ്ടീഷൻസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതെന്തായിരിക്കും, നോൺ കമ്പ്യൂട്ടറൈസ്ഡ് ട്രെയിൻ ടിക്കറ്റ് ഇവൻ ആർ നോട്ട് പ്രിന്റഡ്. ചിലപ്പോൾ അത് പ്രിന്റ് ചെയ്ത് വളരെ ചെറുതായിട്ടും ഇതൊക്കെ ആയിട്ടായിരിക്കും, ചിലപ്പോൾ അത് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവില്ല. സംടൈംസ് ഈ കണ്ടീഷൻസ് ആർ ഫൗണ്ട് ടു ഹാവ് ബീൻ ഡിസ്പ്ലേഡ് ഓൺ നോട്ടീസ് ബോർഡ്. ചിലപ്പോൾ നോട്ടീസ് ബോർഡിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതുണ്ടാവും ഓഫ് ദ എയർലൈൻസ് ഓഫീസ്. എയർലൈൻ ഓഫീസിന്റെ നമ്മൾ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ടിക്കറ്റ് മേടിക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ
കുറെ ടിക്കറ്റ് നോട്ടീസ് ബോർഡിൽ വെച്ചിട്ടുണ്ടാവും. ദ പാസഞ്ചേഴ്സ് മേ നോട്ട് ഹാവ് കെയർഡ് ഓഫ് ടു റീഡ്. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് ശ്രദ്ധിക്കാറൊന്നുമില്ല. The question here is whether these conditions were considered to have been communicated to the passengers of the airline and passengers having the accepted conditions. ഇത് എങ്ങനെയാണ് എന്താ പറയുക, കണ്ടീഷൻസ് അക്സെപ്റ്റഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ അഫർമേറ്റീവ്, യെസ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. വാസ് ആൾസോ ഹെഡ്. ഇവിടെ ഒരു കേസ് സ്റ്റഡി വരുന്നുണ്ട്, മുകുൾ ദത്ത vs ഇന്ത്യൻ എയർലൈൻസ്. ഓക്കെ, where plane traveled from the airway ticket poor conditions of fine printed വളരെ ചെറുതായിട്ട്. ബട്ട് സച്ച് ടേംസ് ആർ കണ്ടീഷൻസ് ഷുഡ് ബി റീസണബിൾ. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കണം, റീസണബിൾ ആയിരിക്കണം. ഇപ്പൊ നോ സ്മോക്കിംഗ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ പ്ലെയിനിന്റെ ഇതിൽ പുറത്ത് നോ സ്മോക്കിംഗ് എഴുതിയിട്ട് ബൈ എൻട്രിങ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവര് പിന്നെ അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി റീസണബിൾ അല്ലാത്തൊരു കേസ് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. ഇത് വേറൊരു കേസിലാണ്, ലില്ലി വൈറ്റ് ആൻഡ് മാനുസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രണ്ട് പാർട്ടീസ് തമ്മിലുള്ള കേസാണ്. പി ഡെലിവേർഡ് സം ക്ലോത്ത് ടു ഡ്രൈ ക്ലീനറിന് വേണ്ടിയിട്ട് പി കുറച്ച് ക്ലോത്ത് കൊടുത്തു. ഷി റിസീവ്ഡ് ലോണ്ടറി റെസീപ്റ്റ്സ് കണ്ടെയ്നിങ് ദാറ്റ് ദ കേസ് ഓഫ് ലോസ് the customer would entitle the 15% of the market price of the article P lost new saree. അങ്ങനെ പീക്ക് എന്ത് ചെയ്തു, ഒരു സാരി ലോസ്റ്റ് ആയി. അപ്പൊ അതിൽ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 15% ഓഫ് ദി എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ക്ലോത്ത് നഷ്ടപ്പെട്ടതിന് അതിന്റെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ആ സാരിയുടെ പ്രൈസിന്റെ എത്ര പെർസെന്റേജ്, 15% മാത്രമേ ഇതാവുള്ളൂ. ഹെൽഡ് ദ ടേംസ് ആർ അൺറീസണബിൾ. ഇതെന്ന് പറയുന്നത് അൺറീസണബിൾ ആയിട്ടുള്ള എമൗണ്ട് അല്ല, അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള റീസൺ അല്ല. 100% അവരുടെ ന്യൂ സാരിയാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ അവിടെ ഒരു റീസണബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം, റിക്കവർ ദ ഫുൾ വാല്യൂ ഓഫ് ദ ഫ്രം ദ. അങ്ങനത്തെ കേസസിൽ റീസണബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ഫുൾ വാല്യൂ ആരുടേക്കൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റും, ഡ്രൈ ക്ലീനറിലേക്കൊന്നും മേടിക്കാൻ പറ്റും. ഓക്കെ, കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇത് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ശ്രദ്ധയോടെ വായിക്കാം. ഓക്കെ, യെസ്. പിന്നെ സ്റ്റാൻഡേർഡ് ഫോംസ് ഓഫ് ദ കോൺട്രാക്ട്. എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഫോം ഒന്നും ഇല്ല, ബേസ്ഡ് ഓൺ ദ സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങളത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പൊ അതാണ് എന്ത് സ്പെഷ്യൽ കണ്ടീഷൻസിന്റെ എന്താ പറയുക കമ്മ്യൂണിക്കേഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, യെസ്. അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി പെർഫോമൻസ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ്. രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് പറയുന്നത് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് പ്രപ്പോസർ, അതായത് പ്രപ്പോസറുടെ വ്യൂ പോയിന്റും. രണ്ടാമത് അതർ ദ വ്യൂ ഓഫ് അക്സെപ്റ്റർ അല്ലെ, ഒരു പ്രപ്പോസറും ഉണ്ടാവും അക്സെപ്റ്ററും ഉണ്ടാവും. ഓഫറാണ് ഈ പ്രപ്പോസർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് പ്രപ്പോസർ എപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, when the acceptance is put into the course of transmission, when it would be the out of the power of acceptor. From the viewpoint of the acceptor, it would be complete when it comes to the knowledge of the proposer. ഓക്കെ, ഒരു പ്രപ്പോസറെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺട്രാക്ട് എപ്പോഴാണ് ഫുൾ ആവുന്നത്? നിങ്ങളിപ്പോ നിങ്ങളും ഞാനും ആണെന്ന് വിചാരിച്ച് നിങ്ങൾ എനിക്ക് ഒരു ഓഫർ തന്നു, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്ത് തിരിച്ച് നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ചു. എപ്പോഴാണോ നിങ്ങളുടെ നോളേജിൽ എത്തുന്നത്, നിങ്ങളാണല്ലോ പ്രപ്പോസർ, നിങ്ങളുടെ നോളേജിൽ എത്തുന്നത്, അപ്പോഴാണ് അതിന്റെ കംപ്ലീഷൻ എന്ത് ചെയ്യുന്നത്, പെർഫോമൻസ് അല്ലെങ്കിൽ കംപ്ലീഷൻ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ആ കോൺട്രാക്ട് കംപ്ലീറ്റ് ആണ്. അറ്റ് ദ ടൈംസ് ദ ഓഫറി മേ റിക്വയർ ദ കമ്മ്യൂണിക്കേറ്റ് ദ പെർഫോമൻസ് ബൈ ദ വേ ഓഫ് അക്സെപ്റ്റൻസ്. ഓക്കെ, യെസ്. അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഓഫറി മേ റിക്വയർഡ് കമ്മ്യൂണിക്കേറ്റ് പെർഫോമൻസ് ബൈ ആക്ട്. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അക്സെപ്റ്റൻസ് രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിലുണ്ട്. ഓക്കെ, ഇനി പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഓഫ് പെർഫോമൻസ്. എല്ലാ കേസസിലും ഇങ്ങനെ അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല. അക്സെപ്റ്റൻസ് ബൈ പെർഫോമൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അതിന്റെ ഒരു കേസ് സ്റ്റഡി ഇവിടെ താഴെ പറയുന്നുണ്ട്. നമ്മൾ നോക്കിയിട്ടുള്ള തന്നെയാണ്, എന്താ പറയാ, കാർലിൽ vs കാർബോളിക് സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. അതായത് ആ കേസിൽ നമ്മൾ നോക്കിയതാണ്. അതായത് ഒരാൾക്ക് എന്ത് ചെയ്യുന്നു, അവരൊരു പ്രൊഡക്റ്റ് പുറത്തിറക്കുന്നു. ഓക്കെ, യെസ്. അതായത് സ്മോക്ക് ബോൾ കമ്പനി അവരെന്നിട്ട് എന്ത് ചെയ്യുന്നു, 100 രൂപയുടെ
ഇനാം അവരുടെ അഡ്വർടൈസ്മെന്റ് ഇതായിട്ട് $100 അല്ലെ $100 എന്ത് ചെയ്യുന്നു അവര് ആർക്കെങ്കിലും ഈ ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് ഇൻഫ്ലുവൻസ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കണ്ടീഷൻസ് പ്രകാരം ഉപയോഗിച്ചിട്ട് ഇൻഫ്ലുവൻസ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ $100 എന്ത് ചെയ്തിട്ടുണ്ട് അവര് ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് അവര് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു നമ്മുടെ കാളിൽ എന്ന് പറഞ്ഞ ആള് പുള്ളി അത് ആ കണ്ടീഷൻസ് അനുസരിച്ച് ശരിക്കും അത് ഉപയോഗിച്ചു എന്നിട്ട് മാറുന്നില്ല. അവരുണ്ടോ ശരിക്കും അപ്പോ അവിടെ അക്സെപ്റ്റഡ് ആണ് അയാള് ഈ ഒരു കോൺട്രാക്ട് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ കമ്പനീനെ അറിയിക്കണമൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇവർ ആ ഒരു പ്രവർത്തനത്തിലൂടെ ആ സാധനം വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ ആ പ്രവർത്തനം ആ പെർഫോമൻസ് ആണ് അവിടെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് അക്സെപ്റ്റൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതാണ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി പെർഫോമൻസ്. അങ്ങനെ ആ പെർഫോമൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ എന്ത് കമ്മ്യൂണിക്കേഷൻ ആവുന്നുണ്ട് അക്സെപ്റ്റൻസ്. അല്ലാതെ എപ്പോഴും അക്സെപ്റ്റഡ് അപ്പൊ അക്സെപ്റ്റഡ് ബൈ ആക്ടർ ഒക്കെ ആണല്ലോ. ആ പ്രവർത്തനത്തിലൂടെ എന്ത് ചെയ്യണം അക്സെപ്റ്റൻസ് ചെയ്യണം. അടുത്തതാണ് റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഓക്കെ, റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ് അടുത്ത നമ്മൾ നോക്കുന്നത്. ഓക്കെ, എന്താ റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ? റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ ടേം റിവോക്കേഷൻ മീൻ ടേക്കിംഗ് ബാക്ക് ഓർ വിഡ്രോവൽ. വിഡ്രോവൽ ചെയ്യുക അല്ലെങ്കിൽ ടേക്ക് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇത് നമ്മുടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിവോക്കേഷനോട് ഉദ്ദേശിക്കുന്നത് അതായത് ഇനി ഞങ്ങൾ അത് റിവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. ഇവിടെയും നമ്മൾ നോക്കടാ, ഇവിടെയും നമുക്ക് ആ ഡിസ്കഷൻസ് കാണാൻ പറ്റും. അതായത് രണ്ട് പോയിന്റ് ഓഫ് വ്യൂവില് നമുക്ക് ഡിസ്കഷൻ. ദ റിവോക്കേഷൻ ഓഫ് ദ പ്രപ്പോസൽ or acceptance is complete as against the person who makes when the put into the course of transfer the person who is made as to be the put power of the person who makes. as against who make എന്താ പറയാ as against the person who make it. ആരാണോ ആ ഓഫർ ഉണ്ടാക്കിയത് അയാൾക്ക് എപ്പോഴാണ് അത് റിവോക്ക് ചെയ്യാൻ പറ്റുക? when it put into course of transaction to the person to whom is made as to be out of power of the person who makes it and as against the person to whom is made when it comes to the knowledge. സോ നോക്കണം, ഞാനൊരു കഥയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നോക്കിക്കോ, സപ്പോസ് രണ്ടാൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ പോസ്റ്റൽ വഴി പറയുകയാണ്. ഇപ്പൊ നമ്മൾ എയും ഉണ്ട് ബിയും ഉണ്ട്. ഓക്കെ, എ ബിക്ക് ഒരു ഓഫർ കൊടുക്കും. ഓക്കെ, ഈ ഓഫർ എന്തൊരു ഓഫർ ബിയുടെ എടുത്തെത്തുന്നു. ഇപ്പൊ സപ്പോസ് നമ്മുടെ കാറിന്റെ കേസ് തന്നെ വിചാരിച്ചു, 1 lakh rupees കാർ മേടിക്കാന്ന്. അങ്ങനെ എ ബിക്ക് ഓഫർ കൊടുത്തു. ബി കൊടുത്തത് ഇപ്പോ എത്ര ഇപ്പോ സപ്പോസ് ഒരു 10th മാർച്ചിനാന്ന് വിചാരിച്ചു. 10th മാർച്ചിനാണ് എന്ത് ചെയ്തത് കൊടുത്തത്. ഓക്കെ, 10th മാർച്ച് ഓഫർ കൊടുത്തു. അങ്ങനെ ഓഫർ ബിയുടെ അടുത്തെത്തി. ഓഫർ ബി അക്സെപ്റ്റ് ചെയ്തത് 15th മാർച്ചിനാന്ന് വിചാരിച്ചു. 15th മാർച്ചിന് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് റിവോക്ക് ചെയ്യാൻ പറ്റുക? എത്ര സമയത്തിന്റെ ഈ ഓഫർ റിവോക്ക് ചെയ്യാൻ പറ്റും? ഓഫർ വേണ്ട, ഞാനത് പിൻവലിക്കാം. എപ്പോ? സപ്പോസ് ഈ 15th മാർച്ച് അല്ലേ, ഈ 15th മാർച്ച് അതിന്റെ തൊട്ട്, അതായത് ഈ ബി അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, ബി എപ്പോഴാണോ അക്സെപ്റ്റ് ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പ് വരെ, അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവോക്ക് ചെയ്യാൻ പറ്റും. ഇനി ബിനെ സംബന്ധിച്ചിടത്തോളം ഈ അക്സെപ്റ്റൻസ് എപ്പോഴാണ് റിവോക്ക് ചെയ്യാൻ പറ്റുക? അപ്പൊ ഇതാണ് പ്രപ്പോസൽ. ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? പ്രപ്പോസലിന് എന്താണ് അയാളുടെ മറ്റുള്ള എന്താ പറയാ മറ്റുള്ള എപ്പോഴാണ് മറ്റേ പുട്ട് ഇൻ ടു ദ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ, എപ്പോഴാണ് അയാൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതിപ്പോ ലെറ്റർ ആണെങ്കിൽ അയക്കുന്നത്, എന്താണോ ചെയ്യുന്നത് അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആർക്ക്? എക്ക് ഓഫറർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ പ്രപ്പോസൽക്ക് അയാളുടെ ഇത് എന്ത് ചെയ്യാൻ പറ്റും? റിവോക്ക് ചെയ്യാൻ പറ്റും. ഇനി അക്സെപ്റ്റൻസ് അയാൾക്ക് എപ്പോഴും ബിക്ക് എപ്പോഴും ഇനി അയാൾ 15 എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അത് എയുടെ കയ്യിലെത്തിയത് 17 ആണെന്ന് വിചാരിക്കും. 17 മാർച്ചിനാണ് എത്തിയത്. ഓക്കെ, സപ്പോസ് പോസ്റ്റ് വഴി അയച്ചതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 15 ഇയാള് അത് അക്സെപ്റ്റ് ചെയ്തില്ലേ? ഈ 17 മാർച്ചിന് മുമ്പായിട്ട് എത്ര സമയത്ത്? അപ്പൊ 4 മണിക്കാണെന്നുണ്ടെങ്കിൽ 4 PM ആണെന്നുണ്ടെങ്കിൽ ഈ 4 PM മുമ്പ് വരെ വേണമെങ്കിൽ വിളിച്ചിട്ട് പറയാം അയാൾക്ക് അത് റിവോക്ക് ചെയ്യാം. മനസ്സിലായോ?
അപ്പോ എപ്പോഴാണ് ഈ അക്സെപ്റ്റൻസ് എയുടെ ഇതിലെത്തുന്നത് അതുവരെ അയാൾക്ക് സമയമുണ്ട് റിവോക്ക് ചെയ്യാൻ. അങ്ങനെയാണ് റിവോക്കേഷന്റെ കഥ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. പിന്നെ ഇവിടെ ഓപ്ഷൻ എന്താ പറയാ, ഇത് നോക്കിക്കോ, വേറൊരു ഓപ്ഷൻ വേറൊരു കേസ് പറയുന്നുണ്ട്. ദ ബിഡർ അറ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനിയിപ്പോ സപ്പോസ് ലേലം വിളി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ദ മേ വിഡ്രോ, റിവോക്ക് ചെയ്യാൻ പറ്റും. എപ്പോ? ബിഡ്, നമ്മളിപ്പോ ഇങ്ങനെ ലേലം വിളിക്കുമ്പോൾ പല അമൗണ്ട്സ് വിളിക്കൂലേ, അയാള് ബിഫോർ ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ ദ ഓപ്ഷനിയർ. അപ്പൊ ഓപ്ഷനിയർ ഇത് പാസ്സാക്കി ഈ എമൗണ്ട് ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അടിക്കൂലേ ഹാമർ, അതിന് മുമ്പായിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാം എന്നാ പറയുന്നത്. ഓക്കെ, യെസ്. ഇനി വേറൊരു എക്സാമ്പിൾ, എച്ച് ഓഫേർഡ് ടു സെൽ 50 bales ഓഫ് കോട്ടൺ ടു certain price and promised keep it open for acceptance why till 6 PM. ഓക്കെ, എച്ച് ഇന്ദു സെൽ 50 bales ഓഫ് കോട്ടൺ എന്ത് ചെയ്തു, വിൽക്കാൻ തീരുമാനിക്കുന്നു. ഏത് വരെ? ഓപ്പൺ ഇറ്റ്സ് ഫോർ 6 PM ദാറ്റ് ഡേ. 6 മണി വരെയാണ് എന്ത് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ വൈക്ക് സമയമുള്ളൂ. ഓക്കെ, ബിഫോർ ദാറ്റ് വൈൻ എച്ച് സോൾഡ് ടു സെഡ്. ആ 6 മണി അവസാനിക്കുന്നതിന് മുമ്പ് അയാള് ആ സെഡ് എന്ന് പറഞ്ഞ ഒരാൾക്ക് എക്സ് വിറ്റു. അങ്ങനെയാണെങ്കിൽ വൈ അക്സെപ്റ്റഡ് ബിഫോർ 6 PM. വൈ എന്ത് ചെയ്തു, 6 മണിക്ക് മുമ്പ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ബട്ട് ആഫ്റ്റർ റിവോക്കേഷൻ ബൈ എച്ച് ഇൻ ദിസ് കേസ് ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ഓഫർ വാസ് ആൾറെഡി റിവോക്കഡ്. ഇൻ ദിസ് കേസ്, ഈ കേസിൽ അയാൾ അക്സെപ്റ്റ് ചെയ്ത്, അയാൾ 6 മണിക്ക് മുമ്പ് അക്സെപ്റ്റ് ചെയ്തു, പക്ഷേ ഇയാളുടെ ബൈ ആക്ട് ഇയാളത് വേറൊരാൾക്ക് വിറ്റു. ഇയാളുടെ ആ ഒരു വേറെ വിൽക്കലോട് കൂടി അവിടെ എന്ത് ചെയ്തു, മറ്റാളുടെ ആ ഓഫർ അയാൾ ശരിക്കും റിവോക്ക് ചെയ്യാണ് ചെയ്തത്. മനസ്സിലായോ? അയാൾ മറ്റേ അക്സെപ്റ്റ് ചെയ്തില്ല, അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇയാളത് വേറൊരാൾക്ക് വിറ്റു. അപ്പൊ അയാൾ മറ്റേ വൈക്ക് കൊടുത്ത ഓഫർ അയാൾ റിവോക്ക് ചെയ്യാണ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇപ്പൊ നോക്കണം, ഞാനും നിങ്ങളും വേറെ ഒരാളുണ്ട് ശേഷം, ഞാനും നിങ്ങളും വേറെ ഒരാളുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്ന് 6 മണിക്ക് മുതൽ 50 bales ഓഫ് കോട്ടൺ നിങ്ങൾക്ക് ഞാൻ തരാന്ന് പറഞ്ഞു. ഓക്കെ, യെസ്. നിങ്ങൾ 6 മണിന്റെ മുമ്പ് ഒന്നും പറഞ്ഞില്ല, കുറെ സമയം എന്ത് ചെയ്തു, ഇങ്ങനെ കഴിഞ്ഞു. ഇപ്പൊ ഒരു 5 മണിയൊക്കെ ആയി എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു നിങ്ങൾ വാങ്ങൂലെന്ന് വിചാരിച്ചു, ഞാൻ ആ സാധനം എടുത്ത് വേറൊരാൾക്ക് വിറ്റു. ഓക്കെ, നിങ്ങൾ അതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ നോക്കണം, നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേറൊരാൾക്ക് വിറ്റു. അപ്പൊ നോക്കണം, ഞാൻ ആക്ച്വലി എന്താ ചെയ്തത്, എന്റെ ഓഫർ റിവോക്ക് ചെയ്തിട്ട് മറ്റാൾക്ക് ബുക്ക് ചെയ്തത്. പിന്നെ അയാൾ അത് റിവോക്ക് ആയി എന്നുള്ളത് പ്രശ്നമല്ല, നിങ്ങളുടെ ഓഫർ എന്തായാലും എന്തായി, ക്യാൻസൽ ആയി. നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ടും എന്തില്ല, കാര്യമില്ല. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അതുപോലെ തന്നെ സെക്ഷൻ 5. എന്താ സെക്ഷൻ 5 പറയുന്നത്? ഓഫ് ദ പ്രപ്പോസൽ ക്യാൻ revoke at any time before the communication of its acceptance is complete as against proposal. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രപ്പോസൽക്ക് എപ്പോഴാണോ അത് റിവോക്ക് ചെയ്യാൻ പറ്റുക, എപ്പോഴാണോ അക്സെപ്റ്റൻസിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്, അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് എപ്പോഴാണോ, അക്സെപ്റ്റൻസ് ചെയ്യുന്നതിന് മുമ്പ്, ഓക്കെ, അല്ലെങ്കിൽ ആ ഓഫർ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പറ്റും, അല്ല ഓഫർ ഇപ്പൊ സപ്പോസ് നമ്മൾ എയും ബിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എപ്പോഴാണോ പ്രപ്പോസൽക്ക് ഈ 15th മാർച്ചിന് മുമ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് അത് റിവോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ആൻഡ് അക്സെപ്റ്റൻസ് മേ ബി റിവോക്ക്, മേ ബി റിവോക്ക് അറ്റ് എനി ടൈം ദ കമ്മ്യൂണിക്കേഷൻ അക്സെപ്റ്റൻസ് കംപ്ലീറ്റ്സ് ആസ് അഗെയിൻസ്റ്റ് ദ അക്സെപ്റ്റർ. ഈ അക്സെപ്റ്റർക്ക് എപ്പോഴാണ് അത് റിവോക്ക് ചെയ്യാൻ പറ്റുക, അത് പ്രപ്പോസലിന്റെ നോളജിൽ എത്തുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിവോക്ക് ചെയ്യാം. മനസ്സിലാവും? അത് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് വേണമെങ്കിൽ റിവോക്ക് ചെയ്യാം. അതാണ് സെക്ഷൻ 5 പറയുന്നത്. ഓക്കെ, നോക്കിക്കോ. എ proposes by a letter by send a post to sell his out to B. ഓക്കെ, എ എന്ത് ചെയ്യുന്നു, പ്രപ്പോസ് ചെയ്തു ബിക്ക് അയാളുടെ വീട് വെക്കാൻ. ബി അക്സെപ്റ്റ് ദ പ്രപ്പോസൽ ബൈ ലെറ്റർ സെൻഡ് ബൈ പോസ്റ്റ്. അങ്ങനെ ലെറ്റർ വഴി അയക്കുകയും ചെയ്തു. ബി അക്സെപ്റ്റഡ്. A may revoke his proposal at any time before the moment when the B posts his letter. ബി പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പറ്റും, എക്ക് അവിടെ റിവോക്ക് ചെയ്യാൻ പറ്റും. ബട്ട് നോട്ട് ആഫ്റ്റർവേഴ്സ്. അയാൾ വൺസ് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്ത പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ പ്രപ്പോസൽക്ക് എക്ക് ഇവിടെ പിന്നെ റിവോക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. വേർ ബി മേ റിവോക്ക് ഹിസ് അക്സെപ്റ്റൻസ്. ബിക്ക് വേണമെങ്കിൽ അത് അക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാം at any time before the moment when the letter is communicating reads A. എയുടെ ഇതിൽ എത്തുന്നതിന് മുമ്പായിട്ട് എപ്പോൾ വേണമെങ്കിലും ആർക്ക് റിവോക്ക് ചെയ്യാം,
ബിക്ക് റിവോക്ക് ചെയ്യാം. എ ബട്ട് നോട്ട് ആഫ്റ്റർവേർഡ്സ്, പിന്നെ അതിന് ശേഷം പറ്റൂല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി കോൺട്രാക്ട് ത്രൂ പോസ്റ്റ്, അതിനു മുമ്പായിട്ട് കോൺട്രാക്ട് ഓവർ ടെലിഫോൺ പറയാം. കോൺട്രാക്ട് ഓവർ ടെലിഫോൺ, ദിസ് റൂൾ ആഫ്റ്റർ അക്സെപ്റ്റൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓവർ ടെൽ സെയിം ആസ് ദ ഫോട്ടോ. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഈ എന്താ പറയുന്നത് ടെലിഫോണുമായിട്ട് കോൺട്രാക്ട്. ടെലിഫോണും കോൺട്രാക്റ്റും ആയിട്ട് നേരിട്ട് എന്താ പറയാ നേരിട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടാണ്. ഇപ്പൊ സപ്പോസ്, പക്ഷെ അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ സപ്പോസ് ടെലിഫോൺ വഴിയാണ് കോൺട്രാക്ട്, അപ്പൊ നമ്മൾ ഓഫർ കൊടുത്തു, അത് അയാൾ കേട്ടു. ഓക്കെ, കേട്ട് കഴിഞ്ഞാൽ അയാൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു വിചാരിച്ചു, പക്ഷെ അയാൾ അക്സെപ്റ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പൊ ആ അക്സെപ്റ്റ് ചെയ്തു എന്ന് നമ്മൾ കേട്ടു, അയാൾ അക്സെപ്റ്റ് ചെയ്തത് നമ്മൾ കേട്ടു എന്ന് അയാൾ ഉറപ്പ് വരുത്തണം. മനസ്സിലായോ? യെസ്. അപ്പൊ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് പറയാ ഈ ഓവർ ടെലിഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഒരു കേസ് സ്റ്റഡി നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഓഫർ കൊടുക്കുന്നു എത്ര? 11/3/2021 ഓഫറേക്ക്. ഓക്കെ, യെസ്. ഓഫർ എപ്പോഴാ എത്തിയത്? ഇത് ഇതാട്ടോ, കംപ്ലിക്കേഷൻ ഓഫ് ഓഫർ ബൈ കമ്മ്യൂണിക്കേഷൻ വെൻ കംപ്ലീറ്റ്. എപ്പോഴാണ് അതിന്റെ എന്താ പറയുക ടൈം ലിമിറ്റ് ഓവർ ദ റിവോക്കേഷൻ? എപ്പോഴാണ്? പോസ്റ്റ് വഴിയാണെന്ന് വിചാരിച്ചു, പോസ്റ്റിന്റെ കാര്യം അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഓഫർ കൊടുത്തു എന്ത് 11 മാർച്ചിന്, അത് എപ്പോഴാണ് അവിടെ എത്തിയത്? 14 മാർച്ചിന്. അത്രയും സമയം എടുത്തു. എന്നിട്ട് ഓഫർ എന്ത് ചെയ്തു? 16 മാർച്ചിന് തിരിച്ചയച്ചു. ഓഫറർക്ക് എത്ര? 20 മാർച്ചിന്. ഓക്കെ, ഓഫറർ 12 മാർച്ചിന് ദ റിവോക്കേഷൻ ഓഫ് ദ ഓഫർ കൊടുത്തൂടെ? യെസ്. ഈ 14 അയാളുടെ ഈ 16-ാം തീയതി വരെ ഈ ഓഫറർക്ക് ഓഫർ റിവോക്ക് ചെയ്യാം. എപ്പോ? അയാൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് വരെ. 16-ാം തീയതി മാർച്ച് വരെ എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കേസ് 1-ലും കേസ് 2-ലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എന്ത് ചെയ്യാൻ പറ്റും? റിവോക്ക് ചെയ്യാൻ പറ്റും. റിവോക്കേഷൻ വാലിഡ് ആണ്. പക്ഷെ കേസ് സിയിൽ എന്താ? റിവോക്കേഷൻ വാലിഡ് അല്ല. കാരണം 16-ാം തീയതി അയാൾ അക്സെപ്റ്റ് ചെയ്തു, പിന്നെ 17-ാം തീയതി എന്ത് ചെയ്യില്ല? റിവോക്കേഷൻ ഓഫ് ഓഫർ നടക്കൂല. ഇനി റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഓക്കെ എന്നാണ്? 18-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ ആ റിവോക്കേഷൻ നടക്കുമോ? ഓക്കെ, അക്സെപ്റ്റൻസ് ഇയാൾ അക്സെപ്റ്റ് ചെയ്യുന്നത് 16-ാം തീയതി ആണ്. അത് മറ്റാളുടെ നോളജിൽ എത്തുന്നത് 20-ാം തീയതി ആണ്. അപ്പൊ 20-ാം തീയതിക്ക് മുമ്പായിട്ട് എപ്പോ ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാം. കേസ് എയില് എന്താ ഈ ഓഫർ അക്സെപ്റ്റൻസ് എന്താണ്? വാലിഡ് ആണ്. ഓക്കെ, ഈ റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് എന്താണ്? വാലിഡ് ആണ്. കാരണം 20-ാം തീയതി എത്തണം, അതിന് മുമ്പായിട്ട് നമ്മൾ വിളിച്ചു പറഞ്ഞു ഞാൻ എന്ത് ചെയ്യുന്നത്? അത് റിവോക്ക് ചെയ്യണം. ഓക്കെ, 22-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ പിന്നെ വാലിഡ് ആവില്ല. കാരണം 20-ാം തീയതി അയാൾ എന്ത് ചെയ്തു? അക്സെപ്റ്റൻസ് അയാളോട് എത്തി, ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി വേറെ സംശയമാണ്, ചിലപ്പോ രണ്ടും ഒരുമിച്ച് കിട്ടിയാലോ? അക്സെപ്റ്റൻസിന്റെ പോസ്റ്റും എന്താ പറയാ റിവോക്കേഷന്റെ പോസ്റ്റ് ഒരുമിച്ച് കിട്ടിയെന്ന് വിചാരിച്ചു. രണ്ടും ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഏതാണോ ആദ്യം വായിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്തുണ്ടാവുക? അതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടാവുക. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണ് റിവോക്കേഷന് വരുന്നത് എന്ന് പറയാം. ഓക്കെ, യെസ്. അതൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പല പല ഡിസ്കഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ വീണ്ടും ടെസ്റ്റിലോട്ട് വന്നാൽ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി എങ്ങനെയൊക്കെയാണ് പല പല റിവോക്കേഷൻ? അപ്പൊ ഇതൊക്കെ റിവോക്കേഷന്റെ പല പല കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇനിയാണ് മോഡ്സ് ഓഫ് റിവോക്കേഷൻ ഓഫ് ഓഫർ. ഓഫറിന്റെ റിവോക്കേഷൻ എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് ബൈ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് ബൈ ലാപ്സ് ഓഫ് ടൈം. നമ്മളിപ്പോ ഒരു സ്പെസിഫൈഡ്, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മളൊരു ഇപ്പൊ പറഞ്ഞു 6 മണി വരെ, നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇന്ന് 6 മണി വരെ നിനക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സമയം കഴിയുന്നതോടുകൂടി നമ്മൾ ആ ഓഫർ എത്ര പീരീഡ് ഓഫ് ടൈമിലാണോ ആ സമയം കഴിയുന്നതോടുകൂടി എന്ത് ചെയ്തു? പിന്നെ അത് റിവോക്ഡ്, ഓട്ടോമാറ്റിക്കലി ആ സമയം കഴിയുന്നതിലൂടെ പിന്നെ റിവോക്ഡ് ആയി. പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, റിവോക്കേഷൻ കംപ്ലീറ്റഡ് ആയി. ഓക്കെ, യെസ്. അതിന്റെ ഒരു കേസ് സ്റ്റഡി ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ കേസ് എന്താണ്? ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ടോ? ഒന്ന് പറയുന്നത് ബൈ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ, നോട്ടീസ് കൊടുക്കുക. ഇപ്പൊ ഓഫർ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്തത്. ഓഫർക്ക് എപ്പോഴാണ് റിവോക്ക് ചെയ്യാൻ പറ്റുക, ഓഫറിക്ക് എപ്പോഴാണ് റിവോക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ നോട്ടീസ് കൊടുക്കുന്നതിലൂടെ റിവോക്കേഷൻ കംപ്ലീറ്റ് ആവും. പിന്നെ ബൈ ലാപ്സ് ഓഫ് ടൈം കഴിയുന്നതിലൂടെ. പിന്നെ ബൈ നോൺ ഫുൾഫിൽമെന്റ് ഓഫ് കണ്ടീഷൻ പ്രസിഡന്റ്. ഓക്കെ, ഇനി എന്തെങ്കിലും കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ എന്താണ്?
ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു. ഇപ്പൊ വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ നോക്കിക്കോ, എ പ്രപ്പോസസ് ടു സെൽ ഹിസ് ഔട്ട് ടു ബി ഫോർ 5 lakhs പ്രൊവൈഡഡ് ബി ലീസ് ഹിസ് ലാൻഡ് ടു എ. ഇഫ് ബി റെസ്യൂസ് ടു ലീസ്, എ എന്ത് ചെയ്തു, ബിക്ക് 5 ലക്ഷത്തിന് വിൽക്കാന്ന് പറഞ്ഞു വീട്. എന്ത് കണ്ടീഷനോടുകൂടെ, അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ബി ലീസസ് ഹിസ് ലാൻഡ് ടു എ. ബി എന്ത് ചെയ്യണം, അയാളുടെ ലാൻഡ് എക്ക് വാടകയ്ക്ക് കൊടുക്കണം. ഇഫ് ബി റെഫ്യൂസ് ടു ലീസ് ലാൻഡ്, അങ്ങനെ ലീസ് കൊടുത്തിട്ടില്ലെങ്കിൽ ദ ഓഫർ ഈസ് റിവോക്ഡ് ഓട്ടോമാറ്റിക്കലി. അങ്ങനെ എന്ത് ചെയ്തു, ആ കണ്ടീഷൻസ് അയാൾ സാറ്റിസ്ഫൈ ചെയ്തില്ല. മനസ്സിലായോ? അതായത് എയുടെ വീട് ബിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ബിയുടെ ലാൻഡ് ആർക്ക് വാടകയ്ക്ക് കൊടുക്കണം, ലീസിന് കൊടുക്കണം, എക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് ഓട്ടോമാറ്റിക്കലി അത് റിവോക്കഡ് ആയിട്ട് കൺസിഡർ ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തതാണ് ബൈ ഡെത്ത് ഓർ ഇൻസാനിറ്റി. ഓക്കെ, ഒരാൾ മരിച്ചു പോയിടാം. ഓക്കെ, കോൺട്രാക്ടർ, നമ്മൾ പറഞ്ഞ ഒരു പെയിന്റർ കേസ് ഒക്കെ. ഇപ്പൊ പെയിന്റർ, ഇപ്പൊ സപ്പോസ് ഒരു ആർട്ടിസ്റ്റ് അയാള് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് മരിച്ചുപോയി. അങ്ങനെ വെച്ചാൽ അത് എന്തായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക? ഡെത്ത് അല്ലെങ്കിൽ ഇൻസാനിറ്റി, അയാൾക്ക് ഭ്രാന്തായി എന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? അത് ഡെത്ത് ഓർ ഇൻസാനിറ്റി എന്ന് പറയുന്നത് നമ്മൾ അപ്പൊ തന്നെ അത് എന്താ റിവോക്ക് ആക്കണം. പിന്നെ ആ കോൺട്രാക്ട് നിലനിൽക്കില്ല, എന്താണ് റിവോക്ക് അവിടെ പോകും. പിന്നെ ബൈ കൗണ്ടർ ഓഫറിലും പറഞ്ഞില്ല. പിന്നെ അവിടെ അക്സെപ്റ്റൻസ്, നമ്മൾ കൗണ്ടർ ഓഫർ ഒരിക്കലും അക്സെപ്റ്റൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അക്സെപ്റ്റൻസ് ആയിട്ട്. ഇപ്പൊ കൗണ്ടർ ഓഫർ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായിട്ട് പോകും? അവിടെയും അത് വേണമെങ്കിൽ മറ്റാൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, മനസ്സിലായോ? പക്ഷെ കൗണ്ടർ ഓഫർ വന്നാൽ പിന്നെ അവിടെ അക്സെപ്റ്റൻസ്, ആ മറ്റേ ഫസ്റ്റത്തെ ഓഫർ ഉണ്ടല്ലോ, അത് നിലനിൽക്കില്ല. പിന്നെ മൈ നോൺ അക്സെപ്റ്റൻസ് ഓഫ് ദ ഓഫർ അക്കോർഡിംഗ് ടു ദ പ്രിസ്ക്രൈബ്ഡ് ഓർ യൂഷ്വൽ മോഡ്. പ്രിസ്ക്രൈബ്ഡ് മോഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, പോസ്റ്റ് വഴി ഇതാക്കണം എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബ്ഡ് മോഡ് ഉണ്ടെങ്കിൽ ആ പ്രിസ്ക്രൈബ്ഡ് മോഡ് തന്നെ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, യെസ്, അയാൾ അത് പറയുവാണ്, പ്രിസ്ക്രൈബ്ഡ് മോഡ് തന്നെ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുവാണ്. പറഞ്ഞിട്ടില്ല എന്നിട്ടും അയാൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിവോക്കഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ബൈ സബ്സ്യൂക്വന്റ് ഇല്ലീഗാലിറ്റി, അല്ലെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും എലമെന്റ്സ് കൊണ്ടുകഴിഞ്ഞാൽ അത് പിന്നെ ഇല്ലീഗൽ കോൺട്രാക്ട് ആവും. പിന്നെ എന്താവില്ല, ഇല്ലീഗൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അതെന്താവില്ല, പിന്നെ അത് അവിടെ അപ്പൊ തന്നെ റിവോക്കഡ് ആവും. പിന്നെ ആ കോൺട്രാക്റ്റിന് പ്രാധാന്യമില്ല. ഓക്കെ, യെസ്, അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിയാണ്, നേച്ചർ ഓഫ് കോൺട്രാക്ട് കഴിയും. ഓക്കെ, യെസ്, നമുക്ക് ജസ്റ്റ് സമ്മറിയിലൂടെ ഒന്ന് കണ്ടോക്കാം. ഫസ്റ്റ് നമ്മൾ കോൺട്രാക്ട് എന്താ പറഞ്ഞു, പിന്നെ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് പഠിച്ചു, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് പഠിച്ചു, മീനിങ്, പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഗ്രിമെന്റ് എന്താണ്, കോൺട്രാക്ട് എന്താണ്, സെക്ഷൻസ്. ഈ നിങ്ങൾ ഈ സമ്മറിയിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ആണ് കേട്ടോ. ഓക്കെ, യെസ്, അതുപോലെ തന്നെ കൺസിഡറേഷൻ, വോയിഡ് അഗ്രിമെന്റ്, വോയിഡബിൾ കോൺട്രാക്ട്, ഓക്കെ, അങ്ങനെ എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും. സോ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ റിവിഷൻ നോട്ട്സ് ഒക്കെ ഇത് വെച്ചിട്ട് തന്നെ പഠിച്ചാലും മതി കേട്ടോ. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ് നമ്മൾ പഠിച്ചു, പല വാലിഡിറ്റി ഒക്കെ ഇവിടെ നോക്കുക. ഈ റിവിഷൻ ഏരിയാസിൽ ശരിക്കും ഭയങ്കര ഡെപ്തിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ കുറേയൊക്കെ ഐഡിയ കിട്ടും. ഓക്കെ, റിവോക്കേഷൻ, മോഡ് ഓഫ് റിവോക്കേഷൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ പ്രപ്പോസലും കാര്യങ്ങളൊക്കെ. ഓക്കെ, യെസ്, ഇത് നോക്കട്ടെ, ഈ മൾട്ടിപ്പിൾ MCQ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. അതിന്റെ ആൻസറും കൂടെ ലാസ്റ്റ് തന്നിട്ടുണ്ടാവും. അതെന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? നിങ്ങൾക്ക് ആ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ MCQ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്തില്ല, യു ഹാവ് ടു വർക്ക്ഔട്ട്. കാരണം ആൻസർ ഇതിലുണ്ട്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, യെസ്, അതുപോലെ തന്നെ നോക്കണേ, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇതിന്റെ ആൻസറും ഇവിടെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. സോ ഡോണ്ട് വെറി, സോ യു ഹാവ് ടു വർക്ക്ഔട്ട്. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ആ വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, യെസ്, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് തന്നെ ആൻസർ നോക്കിയാൽ മനസ്സിലാവും, അത്ര എളുപ്പത്തിലാണ് എഴുതിയിട്ടുള്ളത്. സോ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ അടുത്തൊരു ചാപ്റ്റർ ഇതിൽ നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്ന അടുത്ത യൂണിറ്റ് നമ്പർ 2 നമ്മൾ അടുത്ത ക്ലാസ് മുതൽ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ അടുത്ത യൂണിറ്റ് ആയിരിക്കും നോക്കുക. അപ്പൊ ഈ ചാപ്റ്റർ വളരെ തറവായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഡൗട്ട്സ് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതാണ് ലോയാകുമ്പോൾ, മനസ്സിലാവുണ്ടോ? കുറെ ഇപ്പൊ ലാസ്റ്റ് വന്ന ഈ റിവോക്കേഷന്റെ ഏരിയ, കമ്മ്യൂണിക്കേഷന്റെ ഏരിയ ഒരുപാട് കൺഫ്യൂഷൻ, അതുപോലെ തന്നെ സ്പെഷ്യൽ കണ്ടീഷന്റെ കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ ലിറ്റിൽ മോർ എന്താണ്
നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ്. സോ നിങ്ങൾക്ക് എനിക്കറിയാം നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ അത് വളരെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് ബാക്കി ക്ലാസ്സസ് യൂണിറ്റ് 2 അടുത്ത ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.